റോബറി. മെഴുവേലി ബാബുജി. ഇന്നത്തെ കാലത്ത് ഭാരതത്തിൽ ഏറെ നടക്കുന്നതാണെങ്കിലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഡൽഹിയിൽ നിന്നും തിരികെ വരികയായിരുന്ന ആഭ്യന്തരമന്ത്രി CK ജയറാമിനെ എറണാകുളത്ത് വെച്ച് പൊടുന്നനെ ട്രെയിനിലേക്ക് ചാടിക്കയറിയ അക്രമികൾ വെടിവെച്ചു. അർദ്ധമയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന CK ജയറാം കണ്ടത് AC കൂപ്പയിൽ തൻ്റെ മുന്നിൽ നീട്ടിപ്പിടിച്ച റിവോൾവറുകളുമായി നിൽക്കുന്ന അക്രമികളെയാണ്. മന്ത്രിയുടെ അലർച്ച ട്രെയിനിൻ്റെ എൻജിൻ ശബ്ദത്തിനിടയിൽ അലിഞ്ഞു ചേർന്നു. "നോ!" അക്രമികൾ ഉറക്കെ ചിരിച്ചു. "തൊള്ള തുറന്ന് കരയ്, നിന്നെ രക്ഷിക്കാൻ ഒരു പട്ടി പോലും ഇവിടെ വരില്ല." കൂപ്പയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നതിനാൽ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്നവരാരും ഈ സംഭവം അറിഞ്ഞില്ല. എന്നാൽ കൂപ്പയുടെ ഏറ്റവും മുകളിലത്തെ ബെഡിൽ ഒരാൾ അനങ്ങി. അക്രമികൾ ആ മനുഷ്യനെ കണ്ടിരുന്നില്ല. നേരിയ മയക്കത്തിനിടയിലാണ് അയാൾ മന്ത്രിയുടെ അലർച്ച കേട്ടത്. കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ റിപ്പോർട്ടർ സ്റ്റാൻലി. ഒരു നിമിഷം റിപ്പോർട്ടർ ഈ രംഗം കണ്ട് മിഴിച്ചിരുന്നു. പിന്നെ പൊടുന്നനെ അയാളിലെ പത്രപ്രവർത്തകൻ ഉണർന്നു. "മന്ത്രിയുമായി യാദൃശ്ചികമായാണ് ഡൽഹിയിൽ വെച്ച് കാണാനിടയായത്. എങ്കിൽ നമുക്കൊന്നിച്ച് മടങ്ങാം" എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ നിഷേധിക്കാനുമായില്ല. തൻ്റെ ബാഗിൽ നിന്നും സ്റ്റാൻലി ക്യാമറ എടുക്കാൻ ഭാവിച്ചതും അക്രമികൾ അയാളെ കണ്ടു കഴിഞ്ഞിരുന്നു. അയാളെ അവർ തിരിച്ചറിഞ്ഞത് വാക്കുകളിൽ നിന്നും വ്യക്തമായി. "വേണ്ട, പത്രക്കാരൻ്റെ അതിസാമർഥ്യമൊന്നും കാണിക്കാൻ ശ്രമിക്കല്ലേ. അത് മന്ത്രിയോടൊപ്പം അങ്ങ് പരലോകത്ത് പോയിരുന്ന് ന്യൂസ് കളക്ട് ചെയ്യാനേ നിങ്ങളെ സഹായിക്കൂ." വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന മരണത്തിൻ്റെ നിഴൽ സ്റ്റാൻലി തിരിച്ചറിഞ്ഞു. അയാൾ അവരെ തുറിച്ചു നോക്കി. പാൻറ്റും ഷർട്ടും വേഷം. മുഖം തിരിച്ചറിയാതിരിക്കാൻ കണ്ണിന് താഴ്ഭാഗം വരെ അവർ കറുത്ത തുണി കൊണ്ട് മറച്ചു കെട്ടിയിരുന്നു. ഒരുപക്ഷെ ഈ മുഖങ്ങൾ തനിക്ക് പരിചിതമായിരിക്കാം എന്ന് അയാൾക്ക് തോന്നി. "ക്യാമറ ബാഗിൽ തന്നെ വെച്ചേര്" അവരുടെ താക്കീത്. അയാളുടെ കൈകൾ പിൻവലിഞ്ഞു. "അങ്ങനെ നല്ല കുട്ടിയായിട്ടിരിക്കെ." അക്രമികൾ ചിരിച്ചു. "ഇനി മന്ത്രി പിഴഞ്ഞു തീരുന്നത് കണ്ണു തുറന്ന് കണ്ടോളൂ. നാളത്തെ പത്രത്തിന് കവർ സ്റ്റോറിയാക്കാം." ആഭ്യന്തരമന്ത്രി CK ജയറാമിൻ്റെ വെളുത്ത കുപ്പായം വിയർപ്പിൽ നനഞ്ഞ് ശരീരത്തോടൊട്ടാൻ തുടങ്ങിയിരുന്നു. അയാൾ വാതിൽക്കലേക്ക് കണ്ണയച്ചു. "എവിടെ രഘുപാൽ, തൻ്റെ ഗൺമാൻ? അയാൾ ഇപ്പോൾ വന്നാൽ തന്നെ അടഞ്ഞ ഉരുക്കുവാതിലിനും പുറത്തുനിന്ന് എന്ത് ചെയ്യാനാണെന്നും ജയറാം നിരാശയോടെ ഓർത്തു. ഈ സമയം രഘുപാൽ ബാത്റൂമിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയാൾ അകത്ത് കയറി കഴിഞ്ഞ ഉടനെ പുറത്തുനിന്നാരോ വാതിൽ അടയ്ക്കുകയായിരുന്നു. ട്രെയിനിൻ്റെ ബാത്റൂമുകൾ പുറത്തുനിന്ന് പൂട്ടാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. രഘുപാൽ വാതിലിൻ്റെ ഹാൻഡിലിൽ പിടിച്ച് ശക്തിയായി വലിച്ചു നോക്കി. അനങ്ങുന്നത് പോലുമില്ല. ഈ സമയം മന്ത്രി രക്ഷക്കായി ചുറ്റും പരതുകയായിരുന്നു. ഈ ക്യാബിനിൽ വന്നത് അബദ്ധമായിപ്പോയി എന്ന് സ്റ്റാൻലിക്കും തോന്നി. മന്ത്രിയുടെ കൊലപാതകത്തിന് സാക്ഷിയാകേണ്ടി വരുന്ന തന്നെയും ഇവന്മാർ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ട്രെയിൻ എറണാകുളത്ത് നിന്നും ചലിച്ചു തുടങ്ങി. ഡൽഹിയിൽ പാർട്ടി പ്രസിഡന്റുമായി ഗൗരവമേറിയ ഒരു കാര്യം ചർച്ച ചെയ്യാൻ പോയതായിരുന്നു CK ജയറാം. ഭരിക്കുന്നത് തങ്ങളാണെങ്കിലും പാർട്ടി ഗ്രൂപ്പുകൾ അമേരിക്കയും റഷ്യയും പോലെയാണ്. അവരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുവാൻ സാക്ഷാൽ ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതിനിടയിലാണ് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നത്. ഓരോ ഗ്രൂപ്പിനും അവരുടെ നേതാക്കളിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം. ചർച്ച ഒരിടത്തും എത്തിപ്പെടാതെ വന്നപ്പോഴാണ് പാർട്ടി പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് പ്രശ്നം നീക്കുവാൻ തീരുമാനിച്ചത്. അക്കാര്യത്തിന് വേണ്ടിയാണ് ജയറാം ഡൽഹിക്ക് പോയതും. ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നവർ ഒരുപക്ഷേ എതിർ ഗ്രൂപ്പിൻ്റെ ആളുകളാണോ എന്ന് പോലും അയാൾ സംശയിച്ചു. ട്രെയിനിന് വേഗത ഏറിത്തുടങ്ങി. ആയുധധാരികളുടെ ചുവന്ന കലങ്ങിയ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രോധം ജയറാം കണ്ടറിഞ്ഞു. അറിയാതെ അവരുടെ വിരലുകൾ ട്രിഗറിൽ ഒന്ന് അമർന്നു പോയാൽ. ജയറാം കർച്ചീഫ് എടുത്ത മുഖത്തെ വിയർപ്പ് തുടച്ചു. 40 കഴിഞ്ഞതേയുള്ളൂ ജയറാമിന്. ഹിന്ദി സിനിമയിലെ ഒരു ചോക്ലേറ്റ് ബോയിയുടെ ഭാവമായിരുന്നു എന്നിട്ടും അയാൾക്ക്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മീശ ആ വെളുത്ത മുഖത്തിന് ഒരു അലങ്കാരം തന്നെയായിരുന്നു. "നിങ്ങൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എന്നെ കൊല്ലരുത്. അല്ലെങ്കിൽ എന്ത് പ്രശ്നമായാലും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം." CK ജയറാമിൻ്റെ ശബ്ദം ദയനീയമായി. "അതൊക്കെ അങ്ങ് നിയമസഭയിൽ മതിയടാ. ഇവിടെ ഞങ്ങൾക്ക് ഒന്നേ വേണ്ടൂ, നിന്റെ ജീവൻ. മന്ത്രി കുപ്പായത്തിനുള്ളിൽ കടന്നുകൂടി നീ ജനങ്ങളെ സേവിച്ചത് മതി. രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത വർഷം വരാൻ പോകുന്നത് പൊതു തെരഞ്ഞെടുപ്പാ. നീ ഇനിയും മത്സരിക്കുകയും മന്ത്രിയാകുകയും ചെയ്താൽ മറ്റൊരാൾക്കുള്ള അവസരമാണ് നഷ്ടമാകുന്നത്. നിനക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും തല്ലുകൂടുകയും പോസ്റ്റർ ഒട്ടിക്കുകയുമൊക്കെ ചെയ്യുന്നവർ കൂടി ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. അവർ എന്നും അങ്ങനെ നിന്റെ കാൽക്കീഴിൽ കിടന്നാൽ പോരല്ലോ. നീ ഒരുത്തൻ മാത്രം കീശ വീർപ്പിച്ചാൽ പോരല്ലോ. മറ്റുള്ളവർ കൂടി ഒന്ന് അനുഭവിക്കട്ടെ." "എങ്കിൽ ഞാൻ ഇനി ഇലക്ഷനിൽ നിൽക്കാതിരിക്കാം." ജയറാമിൻ്റെ ശബ്ദം വിറച്ചു. "അത് വേണ്ട. ജീവിതത്തിൽ ഇന്ന് വരെ വാക്കു പാലിച്ചിട്ടുള്ളവനല്ല നീയെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണ് ഇന്നത്തെ ഈ പദവിയിൽ വരെ നീ എത്തിച്ചേർന്നതെന്നും മറ്റാരെക്കാളും അറിയുന്നവരാണ് ഞങ്ങൾ." ജയറാം പിന്നെയും വിയർത്തു. മുഖം പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തു. "കൊല്ലരുത്. എനിക്ക് ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. അത് ഇനിയും ഒരു ജന്മം കിട്ടുകയാണെങ്കിൽ ആവാം." "എന്താ?" അക്രമികളിൽ ഒരാൾ റിവോൾവറുമായി മുന്നോട്ട് നീങ്ങി. "വേണ്ട, പ്ലീസ്." അക്രമി നിന്നു. അയാളുടെ വലത് കൈയുടെ ചൂണ്ടുവിരൽ ട്രിഗറിൽ ആഞ്ഞമർന്നു.
വെടിവെച്ച കൂപ്പയ്ക്കുള്ളിൽ മുഴങ്ങി. ഇത്തവണ ആ ശബ്ദം പുറത്തേക്ക് ഒഴുകി. അടുത്ത കൂപ്പകളിൽ ഉണ്ടായിരുന്നവർ കാര്യം എന്തെന്നറിയാൻ പുറത്തേക്ക് വന്നു. സ്റ്റാൻലി കണ്ണുകൾ ഇറുക്കിയടച്ചു. മന്ത്രി വല്ലാത്തൊരു വിലാപത്തോടെ തറയിലേക്ക് മറിഞ്ഞു. പിന്നെ അനങ്ങിയില്ല. അക്രമികൾ പതിയെ ചിരിച്ചുകൊണ്ട് സ്റ്റാൻലിയെ നോക്കി. എല്ലാം കണ്ടല്ലോ. പിന്തിരിഞ്ഞ് അവർ വാതിൽ തുറന്നു. അവിടെ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുകയായിരുന്നു. ആരും മുന്നോട്ടെടുക്കരുത്. റിവോൾവർ ചൂണ്ടി അവർ അലറി. മാറി നിൽക്ക്. ആളുകൾ ഭീതിയോടെ അകന്നു മാറി. സ്റ്റാൻലി മന്ത്രിക്ക് നേരെ നോക്കി. ഒരു പഴന്തുണി കെട്ടുപോലെ കിടക്കുകയാണ് അയാൾ. ഈശ്വര, അദ്ദേഹം മരിച്ചോ? വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങാൻ നേരം കൊലയാളികൾ സ്റ്റാൻലിയെ നോക്കി പല്ലിളിച്ചു. പോട്ടെ, ലൈവായിട്ട് ഇങ്ങനെയൊരു മർഡർ കാണിച്ചു തന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് പ്രതിഫലം തരേണ്ടി വരും. ഒരാൾ അപായച്ചങ്ങല വലിച്ചു. ട്രെയിനിൻ്റെ വേഗത കുറഞ്ഞു. അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി. സ്റ്റാൻലി മന്ത്രിയുടെ അടുത്തേക്ക് ചാടി. സാർ! അയാളെ മലർത്തിക്കിടത്തിയ സ്റ്റാൻലി അമ്പരന്ന് പോയി. വിശ്വാസം വരാതെ ഒന്നുകൂടി ആഭ്യന്തരമന്ത്രി CK ജയറാമിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി റിപ്പോർട്ടർ സ്റ്റാൻലി. സത്യമാണോ താൻ കാണുന്നത്? തറയിൽ കിടന്ന് ചിരിക്കുന്നു ജയറാം. സാർ! അമ്പരപ്പോടെ സ്റ്റാൻലി വിളിച്ചു. മന്ത്രി രക്ഷപ്പെട്ടെന്നോ? യാതൊന്നും സംഭവിക്കാത്ത ഭാവത്തിൽ ജയറാം എഴുന്നേറ്റു. പിന്നെ താനിരുന്ന സീറ്റിൻ്റെ ചാരിലേക്ക് കൈ ചൂണ്ടി. അവിടെ ഒരു ബുള്ളറ്റ് തുളഞ്ഞിറങ്ങിയിരിക്കുന്നത് അയാൾ കണ്ടു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സാർ, സ്റ്റാൻലി ഉള്ള സത്യം പറഞ്ഞു. മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. മിസ്റ്റർ സ്റ്റാൻലി, ഇന്ന് രാഷ്ട്രീയത്തിൽ പയറ്റണമെങ്കിൽ അല്പം. അവൻ വെടിവെച്ച അവസരത്തിൽ തന്നെ ഞാൻ താഴേക്ക് വീണിരുന്നു. വെടിയേറ്റ് വീണതായിരിക്കുമെന്ന് ആ പാവങ്ങൾ കരുതി. ഇതാണേ ഒരു ജോലിക്ക് ഇറങ്ങുന്നവർക്ക് പരിചയം കുറവാണെന്ന് വന്നാൽ. ഈ അവസരത്തിൽ ആരോ വാതിൽ തുറന്നു കൊടുത്തതിനാൽ ബാത്റൂമിൽ നിന്ന് രക്ഷപ്പെട്ട ഗൺമാൻ രഘുപാൽ അങ്ങോട്ട് ഓടിയെത്തി. സാർ! മന്ത്രിയുടെ മുന്നിൽ നിന്ന് രഘുപാൽ കിതച്ചു. താൻ എവിടെ പോയി കിടക്കുകയായിരുന്നടോ, ബ്ലഡി സ്കൗണ്ടറൽ! മന്ത്രിയുടെ കൈത്തലൻ രഘുപാലിൻ്റെ മുഖത്ത് ആഞ്ഞു വീണു. കവിളിൽ തടവിക്കൊണ്ട് തന്നെ ബാത്റൂമിനുള്ളിൽ പൂട്ടിയിട്ട കാര്യം രഘുപാൽ പറഞ്ഞു. മന്ത്രി അതിന് മറുപടി നൽകിയില്ല. ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തിയതിൻ്റെ കാരണമറിയാതെ അപ്പോഴേക്കും ജീവനക്കാർ അവിടെ എത്തി. മന്ത്രി അതിന് മറുപടി നൽകിയപ്പോഴേക്കും സ്റ്റാൻലി സെൽഫോണിലൂടെ മറ്റാർക്കും കിട്ടാത്ത ആ റിപ്പോർട്ട് തൻ്റെ പത്രത്തിൽ വിളിച്ചു പറയുകയായിരുന്നു. ഭരണകക്ഷിക്കാർ ഇളകുവാൻ ഇതിൽ കൂടുതൽ വേണോ? പ്രത്യേകിച്ചും ജയറാമിൻ്റെ ഗ്രൂപ്പിലുള്ളവർ. ആസൂത്രിതമായ നീക്കത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെ വധിക്കാൻ ശ്രമിക്കുക. തലനാരിഴയുടെ വ്യത്യാസത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടൽ. ജയറാമിൻ്റെ ഗ്രൂപ്പുകാർ പ്രതിഷേധത്താൽ തലസ്ഥാനത്തെ യാഗെ സ്തംഭിപ്പിച്ചു. ഒന്നുകിൽ ഇതിന് പിന്നിൽ പ്രതിപക്ഷം, അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ തന്നെ എതിർ ഗ്രൂപ്പുകാർ. രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ്റെ കാര്യം ഒരിടത്തും എത്താതെ നിൽക്കുകയാണല്ലോ. ജയറാം ഗ്രൂപ്പുകാർ MLA ക്വാർട്ടേഴ്സിലേക്ക് പാഞ്ഞു കയറി. തങ്ങൾക്ക് സംശയം തോന്നിയ MLAമാരുടെ റൂമുകൾ തല്ലി തകർത്തു. ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും പോലീസിന് നിർദ്ദേശമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവർ നോക്കി നിന്നതേയുള്ളൂ. തന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് മറ്റുള്ളവരും ഒന്ന് കാണട്ടെ എന്ന് ജയറാമും കരുതി കാണും. MLA ഹോസ്റ്റലിലെ പരാക്രമം കഴിഞ്ഞപ്പോൾ അനുയായികൾ നിരത്തിലിറങ്ങി. അക്രമം കാണിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞിട്ടും ജയറാം അനങ്ങിയില്ല. അയാളപ്പോൾ മറ്റൊരിടത്തായിരുന്നു. തലസ്ഥാനത്ത് മറ്റാരും കടന്നു ചെല്ലാത്ത ഒരിടത്തിരുന്ന് അയാൾ മാക്ഷൻ ഹൗസ് ബ്രാൻഡിയിൽ ബിയർ ചേർത്ത് കഴിച്ചു. പിന്നെ വറുത്ത ചെമ്മീൻ വായിലിട്ട് ആസ്വദിച്ച് ചവച്ചു. അപ്പോൾ അയാൾക്കരികിൽ 18 തികഞ്ഞ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടായിരുന്നു. വെളുത്തു കൊരുന്നനെയുള്ളവൾ, തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടുകളും വിടർന്ന കണ്ണുകളും ഉള്ളവൾ. ധരിച്ചിരുന്ന ഇറുക്കമുള്ള ചുരിദാറിന് പുറത്തുകൂടി അവളുടെ ഓരോ അവയവവും വ്യക്തമായി കാണാമായിരുന്നു. ശരീരത്തിനനുസരിച്ചുള്ള മാറിടങ്ങളായിരുന്നില്ല അവൾക്ക്. 2 മുഴുത്ത ആത്തൈക്കകൾ പോലെ അവ തോന്നിച്ചു. മന്ത്രിക്ക് മദ്യം വിളമ്പിക്കൊടുക്കുമ്പോഴും പക്ഷേ അവളുടെ മുഖത്തൊരു മ്ലാനതയുണ്ടായിരുന്നു. അയാൾ അവളെ പിടിച്ച് മടിയിലിരുത്തി. പിന്നെ പതുക്കെ വയറ്റിൽ തഴുകാൻ തുടങ്ങി. ആ പ്രവൃത്തി അവൾക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ലെന്ന് മുഖം വിളിച്ച് പറയുന്നുണ്ടായിരുന്നെങ്കിലും അയാളെ അനുസരിക്കാതിരിക്കാൻ അവൾക്കായില്ല. ചുരിദാറിന് മുകളിലൂടെ അയാളുടെ കൈ അവളുടെ നെഞ്ചിലെത്തി. അപ്പോൾ അവളൊന്ന് പുളഞ്ഞു. നീ പേടിക്കേണ്ട പഞ്ചമി, ജയറാം അവളുടെ കാതിൽ മന്ത്രിച്ചു. പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല. നിനക്കൊരു ജോലി, 4 അക്ക ശമ്പളം, ഒന്നും ഞാൻ മറന്നിട്ടില്ല. പട്ടിണിയിൽ കഴിയുന്ന നിന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുമ്പോൾ എനിക്കും എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ? പ്രത്യുപകാരമായി കണക്കാക്കിയാൽ മതി നീ. പഞ്ചമിയുടെ കണ്ണുകളെ ചുട്ടു പൊള്ളിച്ചുകൊണ്ട് 2 തുള്ളി കണ്ണീർ താഴേക്കിടർന്നു. അത് അവളുടെ നെഞ്ചിലിരുന്ന അയാളുടെ കയ്യിൽ വീണു. ഛേ, കരയുന്നോ? ജയറാം ചിരിച്ചു. ഒക്കെ നല്ലതിന് വേണ്ടിയല്ലേ കുട്ടി? അവൾ മിണ്ടിയില്ല. ഗ്ലാസ്സിൽ ബാക്കിയിരുന്ന മദ്യം അയാൾ ഊറ്റിക്കുടിച്ചു. പിന്നെ 2 കൈകളും അവളുടെ നെഞ്ചിലായി. അടുപ്പിന് മുകളിലിരിക്കുന്ന പോലെ പഞ്ചമി കുടുകൂടെ വിയർത്തു. എന്നോ ഉപേക്ഷിച്ചു പോയ അച്ഛൻ, അദ്ദേഹത്തെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് സദാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മ, തനിക്ക് താഴെ 4 സഹോദരങ്ങൾ. എല്ലാറ്റിനും താൻ ഒരുത്തി മാത്രം. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. അവിടുത്തെ മറ്റൊരു ജോലിക്കാരിയായ തങ്കമണിയാണ് പഞ്ചമിയെ ആഭ്യന്തരമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. എല്ലാം ഒരു നിമിഷം പഞ്ചമി ഓർത്തു. ആ നേരത്ത് മന്ത്രി അവളുടെ ചുരിദാർ നെഞ്ചിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് നീക്കി കഴിഞ്ഞിരുന്നു. ഇളനീർക്കുടങ്ങളായ ആ മാറിടങ്ങളെ അയാൾ ആവേശത്തോടെ ഞെരിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് ഒന്നുറക്കെ നിലവിളിക്കണമെന്ന് തോന്നി പഞ്ചമിക്ക്. പെട്ടെന്ന് മന്ത്രിയുടെ സെൽഫോൺ ശബ്ദിച്ചു. നാശം!
ഓണത്തിനിടയില പുട്ടുകച്ചവടം എന്ന് പിറുപിറുത്തുകൊണ്ട് അയാൾ ഫോണെടുത്ത് ഡിസ്പ്ലേ സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ നോക്കി. DGP ആണ്. ഫോൺ കാതോട് ചേർത്തു. എന്താടോ? സാർ, അക്രമം പെരുകുകയാണ്. അതിന് തനിക്കെന്താടോ? ഈ രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. സാർ, ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താൻ ഒരു പുണ്ണാക്കം ചെയ്യണ്ട. അല്ല പിന്നെ. മന്ത്രി ഫോൺ ഓഫ് ചെയ്ത് ടീപ്പോയിലേക്ക് ഇട്ടു. പിന്നെ ആ പെൺകുട്ടിയെ എടുത്ത് കിടക്കയിലേക്ക് ഇട്ടു. അവളുടെ ശേഷിച്ച വസ്ത്രങ്ങളും നീക്കം ചെയ്യപ്പെട്ടു. ആദ്യമായി ഒരു പുരുഷന്റെ മുന്നിൽ പിറന്ന പടി. പഞ്ചമി കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നിട്ടും കൺപോളകളെ പിളർത്തി കണ്ണീർ കിനിഞ്ഞു വന്നു. ആ നേരത്ത് ജയറാമിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവർ പ്രതിപക്ഷത്തിൻ്റെ പാർട്ടി ഓഫീസുകൾ തല്ലി തകർക്കുകയായിരുന്നു. എല്ലാം നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് പോലീസ്. മുകളിൽ നിന്ന് ഒരുത്തനും ഒരു ഉത്തരവും കിട്ടുന്നില്ല. അതിനർത്ഥം എല്ലാത്തിനെയും നിശബ്ദമായി പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷക്കാർ തിരിഞ്ഞടിക്കാനും തുടങ്ങി. തലസ്ഥാനത്ത് മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏറ്റുമുട്ടലുകളുണ്ടായി. പ്രതിപക്ഷം സർക്കാർ വാഹനങ്ങളുടെയും ഭരണപക്ഷക്കാർ പ്രൈവറ്റ് വാഹനങ്ങളുടെയും നേരെ തിരിഞ്ഞു. അതോടെ രംഗം കൂടുതൽ വഷളായി. പലയിടത്തും നടുറോഡിൽ ഇരുപക്ഷവും ആളുകളെ വെട്ടിവീഴ്ത്തി. പഞ്ചമിയുടെ ശരീരത്തിൽ പലതവണ ആക്രമണം നടത്തിയ ശേഷം തളർച്ചയോടെ എണീറ്റിരുന്ന് ഒരു സിഗരറ്റ് കത്തിച്ചു ആഭ്യന്തരമന്ത്രി ജയറാം. അയാളുടെ മുഖത്ത് നിറഞ്ഞ സംതൃപ്തി ഉണ്ടായിരുന്നു. അർദ്ധമയക്കത്തിൽ പിറന്ന പടി നീണ്ടു നിവർന്ന് കിടക്കുന്ന പഞ്ചമിയെ അയാൾ ഒന്നുകൂടി നോക്കി. ഇവൾ കൊള്ളാം. ഇനിയും തനിക്ക് ആവശ്യമുണ്ടാകും. ഓഫ് ചെയ്തു വച്ചിരുന്ന സെൽഫോൺ എടുത്ത് ഇനി തങ്കമണിയെ വിളിച്ചു പറയാം, ഇവളെ കൊണ്ടുപോയിക്കൊള്ളാൻ. ആ വിചാരത്തിലാണ് ഫോൺ ഓൺ ചെയ്തത്. ആ നിമിഷം അത് ശബ്ദിച്ചു. വീണ്ടും DGP. സാർ, ഞാൻ കുറേ നേരമായി ട്രൈ ചെയ്യുന്നു. അങ്ങ് ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നോ? എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും. നിനക്ക് എന്ത് വേണം? മന്ത്രി ശബ്ദമുയർത്തി. സാർ, പ്രശ്നം കൈവിട്ടുപോയി. കേരളം മുഴുവൻ അക്രമം നടക്കുകയാണ്. 10ഓളം പേർ മരിച്ചു കഴിഞ്ഞു. ഇനി നോക്കിയിരുന്നാൽ? മന്ത്രി നെറ്റിച്ചുളിച്ചു. അയാൾക്ക് അപകടം മണത്തു. ഏച്ചുകെട്ടിയുണ്ടാക്കിയ ഈ മന്ത്രിസഭ വീഴുവാൻ ഇത് തന്നെ ധാരാളം. പോലീസിന് ഓർഡർ കൊടുക്കട്ടെ സാർ? DGP ചോദിക്കുന്നു. യെസ്. സമ്മതിക്കാതെ ജയറാമിന് തരമില്ലായിരുന്നു. അതോടെ പോലീസും രംഗത്തെത്തി. ലാത്തിയടിയേറ്റ് കേരളത്തിലുടനീളം ആയിരങ്ങൾ പിടഞ്ഞു വീണു. സെല്ലുകൾ നിറഞ്ഞു. അക്കൂട്ടത്തിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും വരെ ഉണ്ടായിരുന്നു. ആരും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടില്ലെങ്കിൽ കൂടി വാഹനങ്ങൾ ഓട്ടം പെട്ടെന്ന് നിർത്തിവെച്ചു. റോഡുകൾ വിജനമായി. എങ്ങനെയാ മോളെ പോകുന്നത്? ആ പിതാവ് മകളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ സിമൻറ്റ് ബെഞ്ചുകളിലൊന്നിൽ തളർന്നിരിക്കുകയായിരുന്നു ഓർമ്മ. അവൾ മെല്ലെ തലയുയർത്തി അച്ഛൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. ബസ് സ്റ്റാൻഡിൽ അധികം ആളുകളൊന്നുമില്ല. ചില യാത്രക്കാർ പരിഭ്രാന്തരായി അങ്ങിങ്ങും നടക്കുന്നു. എങ്ങനെയും വീട്ടിലെത്തിയാൽ മതിയെന്ന ചിന്ത മാത്രമേയുള്ളൂ എല്ലാവർക്കും. പക്ഷേ എങ്ങനെ? കലാപം കാരണം വാഹനങ്ങളൊന്നും ഓടുന്നില്ല. ട്രെയിനിൻ്റെ കാര്യത്തിലും പ്രയോജനമില്ല. രാവിലെ കൊല്ലത്ത് വെച്ച് 2 ട്രെയിനുകൾക്ക് നേരെ ബോംബേറുണ്ടായത് കാരണം ട്രെയിൻ സർവീസും നിർത്തിവെച്ചിരിക്കുകയാണ്. TTC കഴിഞ്ഞു നിൽക്കുകയായിരുന്നു ഓർമ്മ. PSC ഇന്ന് കരമന ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന എഴുത്ത് പരീക്ഷയിൽ പങ്കെടുക്കാനെത്തിയതാണ്. വെളുപ്പിന് വീട്ടിൽ നിന്നും പോകുന്നത് കാരണം പരീക്ഷ മാറ്റിവെച്ച വിവരം ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്. ഇന്നലത്തെ TV ന്യൂസിൽ ഉണ്ടായിരുന്നു പോലും. പക്ഷേ വീട്ടിൽ TV ഇല്ലല്ലോ. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴേക്കും തലസ്ഥാനം കൊലക്കളമായി കഴിഞ്ഞിരിക്കുന്നു. ഉച്ച കഴിയുമ്പോൾ തിരികെ പോകാം എന്ന് കരുതി വന്നതിനാൽ കൂടുതൽ രൂപ കരുതിയിട്ടുമില്ല. ഇനി അങ്ങനെ കരുതണമായിരുന്നെങ്കിൽ തന്നെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കണമായിരുന്നു താനും. ഇനി ആകെ കൂടി 200 ഉറുപ്പിക കാണും. അല്ലെങ്കിൽ തന്നെ നശിച്ചു താറുമാറായ തറവാട്ടിൽ നിന്നും ഇത്രയെങ്കിലും എടുക്കാനായത് എങ്ങനെയാണെന്നോർത്താൽ ഭ്രാന്ത് പിടിക്കും. ഓർമ്മയുടെ മൺവഞ്ചിയിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ ഇങ്ങോട്ടുള്ള വഴിച്ചെലവിന് ഉണ്ടായിരുന്നതും ഭാഗ്യമായി. ശേഖരൻ പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. 1945-ൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗാന്ധിജിയിൽ ആകർഷിതനായി അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങിയത്. ഒരു കൊച്ചുപയ്യന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അന്ന് പലരും ചോദിച്ചു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ പോലീസിനെ ഒളിച്ചിരുന്ന് കല്ലെടുത്തെറിഞ്ഞതിനാൽ അറസ്റ്റിലുമായി. ഭാരതം സ്വതന്ത്രമായി. ഭരണം മാറി മാറി വന്നു. അന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ശേഖരൻ അടിയുറച്ചു നിന്നു. പക്ഷേ ഗാന്ധിജിയുടെ അനുയായികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ടവർ ബ്രിട്ടീഷുകാരുടെ കാട്ടാള ഭരണത്തെയും കടത്തിവെട്ടിയപ്പോൾ അത് ഉറക്കെ ചോദിക്കാനുള്ള ചങ്കൂറ്റം ശേഖരൻ കാണിച്ചു. ഫലമോ? ജനകീയ ഭരണത്തിൽ കീഴിലുള്ള പോലീസിൻ്റെ ഭീകരമർദ്ദനം. ദിവസങ്ങളോളം ഇരുട്ടറയിൽ. വന്നവരും പോയവരുമെല്ലാം കൈവച്ചു. ആരോഗ്യമുള്ള കാലമല്ലേ, അതിനാൽ ചങ്കൂറ്റത്തിനും ആവേശത്തിനും ഒട്ടും കുറവില്ലായിരുന്നു. പക്ഷേ അന്നേറ്റ മർദ്ദനത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. കടുത്ത ചുമയും ശ്വാസതടസ്സവും. 72 വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന്. ഖത്തറിനുള്ളിൽ ഇരുനിറമുള്ള ചലിക്കുന്ന ഒരു അസ്ഥിപഞ്ജരം എന്ന് വേണമെങ്കിൽ പറയാം. പഞ്ഞിപോലെ നരച്ച താടിയും മുടിയും, പഴയ വെള്ളെഴുത്ത് കണ്ണട, ഒരു നരച്ച കാലം കുട. ഇത്രയുമായാൽ ശേഖരനായി. മറ്റാരെയും മകൾക്ക് തുണയായി വിടാനില്ലാത്തതുകൊണ്ടാണ് ഈ പ്രായത്തിലും അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. 45-ാം വയസ്സിലാണ് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. 47-ാം വയസ്സിൽ അച്ഛനായി. മകളെ ശേഖരനെ ഏൽപ്പിച്ചിട്ട് അമ്മു ഈ ഭൂമിയിലെ ജോലി മതിയാക്കിപ്പോയി. പിന്നെ ഓർമ്മയുടെ അച്ഛനും അമ്മയുമെല്ലാം അദ്ദേഹം തന്നെയായിരുന്നു. ഇല്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്ന അദ്ദേഹം മകളെ ഒരു TTC കാരിയാക്കി. ഏതെങ്കിലും സ്കൂളിൽ ഒരു ജോലി തരപ്പെട്ടാലോ?
അതെങ്കിലും കണ്ട് അവൾക്കൊരു നല്ല വിവാഹം കിട്ടുമല്ലോ. കാണാൻ നല്ല ചന്തമുള്ളവളാണ് ഓർമ്മ. പക്ഷേ പറഞ്ഞിട്ടെന്താ, സ്ത്രീധനം കൊടുക്കാതെ കൂലിപ്പണിക്കാരന് പോലും പെണ്ണിനെ വേണ്ടല്ലോ. സ്വാതന്ത്ര്യ സമര സേനാനിയാണെങ്കിലും വർഷങ്ങളോളം പലരുടെയും ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും ശേഖരന് ഒരു പെൻഷൻ അനുവദിച്ചു കൊടുക്കാൻ പോലും ഭരണകർത്താക്കൾ തയ്യാറായിരുന്നില്ല. ശേഖരന് നിരാശ തോന്നിയില്ല. പെൻഷൻ പ്രതീക്ഷിച്ചല്ലോ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. ഒന്നിനും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടില്ല ഇന്നേ വരെ. ബസ് സ്റ്റേഷനിലെ ചില സ്റ്റാഫുകൾ എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവർ ഇരുന്ന ഭാഗത്തുകൂടി വന്നു. നിങ്ങൾക്ക് എവിടെ പോകാനാ കാർന്നവരെ? പത്തനംതിട്ടയ്ക്കടുത്ത്. ഇന്നിനി ഇവിടെ കുത്തിയിരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഒറ്റ വണ്ടി ഓടത്തില്ല. വേറെ എന്തെങ്കിലും വഴി നോക്ക്. ഒരു ഓട്ടോ പോലും റോഡിൽ ഇറക്കാൻ ആരും തയ്യാറാകുന്നില്ല സാറേ. ശേഖരൻ്റെ സ്വരം പതറി. അപരിചിതമായ ഈ നഗരത്തിൽ ഞാനും മോളും. അത് ശ്രദ്ധിക്കാതെ ഓർമ്മയെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒന്നൊഴിഞ്ഞിട്ട് അവർ പോയി. വില കുറഞ്ഞ ഒരു കോട്ടൺ സാരിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. ഈ പെൺകുട്ടിയെയും കൊണ്ട് താൻ എവിടെ പോകും? ആലോചിച്ചിട്ട് ശേഖരന് ഒരെത്തും പിടിയും കിട്ടിയില്ല. അതും സുന്ദരിയായ മകൾ. ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ സൃഷ്ടികർത്താവ് അവൾക്ക് കഞ്ഞി നൽകിയിരിക്കുകയല്ലേ. നേരം ഇരുട്ടുവാൻ ഇനി അധിക സമയമില്ല. സിഗ്നൽ ഇട്ട് പായുന്ന പോലീസ് വാഹനങ്ങൾ മാത്രമുണ്ട് റോഡിൽ. നമ്മൾ എന്ത് ചെയ്യുവച്ചാ? ഓർമ്മ ഭയാശങ്കകളോടെ തിരക്കി. അച്ഛന് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല മോളെ. ഈ കലാപഭൂമിയിൽ നിന്നും എങ്ങോട്ടോ ഓടിയൊളിക്കും. ലോഡ്ജിൽ റൂം എടുക്കാമെന്ന് വെച്ചാലും 200 രൂപ കൊണ്ട് എന്ത് ചെയ്യുവാൻ? നേരത്തെ ഒന്ന് ശ്രമിച്ചതുമാണ്. ഇന്നത്തെ ദിവസം അവർക്ക് വാടകയുടെ ഇരട്ടി അഡ്വാൻസ് വേണം പോലും. വാഹനങ്ങൾ ഓടാത്തത് കാരണം ചോദിക്കുന്ന പണം കൊടുത്ത് മുറിയെടുക്കാൻ ആളുകളുണ്ട്. നേരം സന്ധ്യയായി. വിശപ്പും ദാഹവും കൊണ്ട് ഇരുവരും വലഞ്ഞു. കലാപസമയത്ത് ഹോട്ടലുകളെല്ലാം അടച്ചതാണ്. ഇപ്പോൾ ഒരു പെട്ടിക്കട പോലുമില്ല. ഈശ്വരാ. ബസ് സ്റ്റാൻഡിലെ ലൈറ്റുകൾ തെളിഞ്ഞു. ഇരുട്ടിൻ്റെ മറപ്പറ്റി പല കണ്ണുകളും ഓർമ്മയെ നെട്ടോട്ടമിട്ടു. ശേഖരൻ്റെ നെഞ്ചിടിപ്പേറി. ഒരു പോലീസ് ജീപ്പ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ ബ്രേക്കിട്ടു. അതിൽ നിന്നിറങ്ങിയ പോലീസ് ഓഫീസർ കനത്ത കാലടികളോടെ അവർക്കരികിലെത്തി. ശേഖരനും ഓർമ്മയും ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈവിരലുകൾക്കിടയിൽ കെയിൻ പമ്പരം പോലെ കറങ്ങി. കണ്ണുകൾ ഓർമ്മയെ പലതവണ അടിമുടി ഒഴിഞ്ഞു. ശേഖരൻ കണ്ണട നേരെ വെച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെയിം പ്ലേറ്റിൽ നിന്നും പേര് മനസ്സിലാക്കി. മനുശങ്കർ. മിസ്റ്റർ ശേഖരൻ. മനുശങ്കറുടെ ശബ്ദം കാതുകളിലേക്ക് തെറിച്ചു വീണപ്പോൾ അത്ഭുതവും ഭീതിയും ഒന്നിച്ചുണ്ടായി ആ വൃദ്ധന്. കാരണം ഇവിടെ ഭരിക്കുന്നവർ, ഈ നാട്ടിലെ മുഖ്യമന്ത്രി, അവൻ്റെ പോലീസല്ലേത്? എങ്കിലും അറിയാതെ ശേഖരൻ തലകുലുക്കി. വരൂ. മറ്റൊന്നും പറയാതെ CI മനുശങ്കർ തിരിഞ്ഞു നടന്നു. യാതൊന്നും പിടികിട്ടാതെ ശേഖരനും ഓർമ്മയും മുഖാമുഖം നോക്കി. 4 അടി നടന്നിട്ട് മനുശങ്കർ തിരിഞ്ഞു നിന്നു. നിങ്ങളോട് തന്നെയാണ് വരാൻ പറഞ്ഞത്. ഞങ്ങൾ ശേഖരൻ എന്തോ പറയുവാൻ ഭാവിച്ചു. വേണ്ട, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. നിങ്ങളെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എത്തിയേ മതിയാകൂ. മനുശങ്കർ എന്ന പേരുപോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് അവർക്ക് തോന്നി. ഒരു ക്രിമിനൽ ലുക്കുള്ള പോലീസ് ഓഫീസർ. എങ്കിലും അനുസരിക്കാതിരിക്കാൻ ശേഖരന് കഴിയുമായിരുന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ വിളിക്കുന്നത്. വാ മോളെ. പോലീസ് ജീപ്പിനടുത്തേക്ക് നടക്കുമ്പോൾ ശേഖരൻ്റെ കാലുകളെ അറിയാതെ ഒരു വിറയൽ ബാധിച്ചിരുന്നു. പോലീസുകാർ ഇരുവരെയും ജീപ്പിന് പിന്നിൽ കയറ്റി. മഹാനഗരത്തിൻ്റെ മാറുപിളർന്ന് ജീപ്പ് കുതിച്ചു പാഞ്ഞു. യാത്രക്കിടയിൽ ജീപ്പിൽ കനത്ത നിശബ്ദയായിരുന്നു. തങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പലവട്ടം ചോദിക്കാൻ നാവ് അനക്കിയതാണ് ശേഖരൻ. പക്ഷേ പോലീസുകാരുടെ മുഖം സൗഹാർദ്ദപൂർവ്വമല്ലെന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. മങ്ങിയ ഇരുട്ടിലും ഓർമ്മയുടെ സുന്ദരമായ ശരീരത്തെ അവൾ അറിയാതെ അടിമൊഴി ഒഴിയുകയായിരുന്നു പോലീസുകാർ. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ യാത്ര? ജീപ്പ് അരമണിക്കൂറോളം സഞ്ചരിച്ചു. വട്ടപ്പാറ. ജീപ്പ് ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ പോക്കറ്റ് റോഡിലേക്ക് കയറി. തികച്ചും അപരിചിതമായ സ്ഥലം. ഇവർ പോലീസുകാർ തന്നെയാണെന്ന് ശേഖരന് സംശയമായി. പോലീസ് വേഷമിട്ട് പകൽക്കൊള്ള നടത്തുവന്നവരില്ലേ ഈ നാട്ടിൽ? അപ്പോൾ പിന്നെ രാത്രിയിൽ? തൻ്റെ ഹൃദയമിടിപ്പ് ശേഖരന് കേൾക്കാമായിരുന്നു. തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ മകൾ. ശേഖരൻ്റെ ചിന്തകളെ മുറിച്ചുകൊണ്ട് ജീപ്പ് ഒരു കനത്ത മതിൽക്കെട്ടിനുള്ളിലേക്ക് കയറി. മുന്നിൽ വൈദ്യുതി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു കൂറ്റൻ കെട്ടിടം ശേഖരനും ഓർമ്മയും കണ്ടു. ജീപ്പ് ബ്രേക്കിട്ട് CI മനുശങ്കർ ഇറങ്ങി. ഇറങ്ങി വാ. ഇരുവരും ഇറങ്ങി. ഏതോ അജ്ഞാത ലോകത്തിൽ എത്തിപ്പെട്ടതുപോലെ അവർ പകച്ചു നിന്നു. 3 നിലകളിൽ തീർത്ത ഒരു കൂറ്റൻ ഫ്ലാറ്റായിരുന്നു അത്. വിശാലമായ മുറ്റവും ടെന്നീസ് കോർട്ടും പൂന്തോട്ടവും പുൽത്തകടിയും നീന്തൽക്കുളവും. ഏതോ വമ്പൻ തിമിംഗലത്തിൻ്റെ വീടാണിതെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിൻ്റെ പൊരുൾ ഇനിയും തുടർക്കഥ പോലെ നീളുകയാണ്. കെട്ടിടത്തിന് മുന്നിൽ 4-5 കാറുകൾ കിടപ്പുണ്ടായിരുന്നു. എല്ലാം വിദേശ നിർമ്മിത വാഹനങ്ങൾ. അകത്തു നിന്നൊരു പൊട്ടിച്ചിരിയുടെ അലകൾ ഒഴുകിയെത്തി. ശേഖരൻ്റെ നെറ്റി ചുളിഞ്ഞു. മനുശങ്കർ മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് തന്നെ അനുഗമിച്ചു കൊള്ളാൻ ഒരു മോളിലൂടെ അയാൾ സിഗ്നൽ നൽകി. തിരിഞ്ഞോടുവാനുള്ള ശക്തിയുണ്ടായിരുന്നെങ്കിൽ ശേഖരൻ മകളുടെയും കൈപിടിച്ച് ഓടിയേനെ. വാതിൽക്കൽ വാച്ചറുണ്ടായിരുന്നു. നേരത്തെ ഗേറ്റിൽ 2 പേർ നിൽക്കുന്നത് അവർ കണ്ടിരുന്നു. വാച്ചർ ഭവ്യത ഭാവിച്ചുകൊണ്ട് വാതിൽ തുറന്നു. അകത്തുനിന്നും പ്രകാശം പുറത്തേക്ക് അരിച്ചിറങ്ങി. വിശാലമായൊരു ഹാൾ. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ മിനി ഹാൾ പോലെ തോന്നിച്ചു അത്. അതിനുള്ളിൽ 6-7 പേർ ഇരിക്കുന്നത് ശേഖരന് ഓർമ്മയും കണ്ടു.
അകത്തേക്ക് കാൽ വെച്ചപ്പോൾ തന്നെ എയർ കണ്ടീഷൻ്റെ കുളിർമ അവരെ പൊതിഞ്ഞു. തറയിൽ വിരിച്ചിരിക്കുന്ന പതുപതുത്ത കാർപ്പറ്റ്, മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ശരറാന്തലുകൾ. ഭൂമിയിലെ സ്വർഗമാണിതെന്ന് ശേഖരൻ തോന്നി. ആകെ കൂടി ഇന്നുവരെ കാണാത്ത ഒരു ലോകം തന്നെ. ഓർമ്മ പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഒപ്പമുണ്ടെന്നത് അവൾക്ക് അല്പം പോലും ആശ്വാസമായിരുന്നില്ല ആ നേരത്ത്. കാൽപാദം മുതൽ മുകളിലേക്ക് ഒരു വിറയൽ അരിച്ചു കയറുന്നത് ഓർമ്മ അറിഞ്ഞു. ക്രമേണ ഉടൽ മുഴുവൻ വിറയൽ ബാധിച്ചു. അവരെ കണ്ടതും അവിടെയിരുന്നവർ മുഴുവൻ എഴുന്നേറ്റു. ശേഖരൻ്റെ കണ്ണുകൾ കണ്ണടയ്ക്കിടയിലൂടെ ഓരോ മുഖത്തുകൂടെയും തെന്നി നീങ്ങി. ഓർമ്മ അച്ഛൻ്റെ പിന്നിലൊളിച്ചു. പെട്ടെന്ന് ശേഖരൻ്റെ കണ്ണുകളിലേക്ക് ഒരു തീപ്പൊരി പാറി വീണു. മുന്നിൽ തൊഴുകൈകളുമായി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ വരണ ശേഖരേട്ടാ, ഇരിക്കണം, അവർ ക്ഷണിച്ചത് അദ്ദേഹം കേട്ടില്ല. കണ്ണുകൾ ആ ഒരു മുഖത്ത് തറഞ്ഞു നിൽക്കുകയായിരുന്നല്ലോ. കാൽക്കീഴിലെ തറ വിണ്ടുമാറുന്നത് ശേഖരൻ അറിഞ്ഞു. പെട്ടെന്ന് ഓർമ്മകൾ ആർത്തലിച്ച് മനസ്സിലേക്ക് കടന്നു വരുന്നു. മുന്നിൽ പതാകക്കാറ്റിൽ പാറിപ്പറക്കുകയാണ് പാഞ്ഞു വരുന്ന കാർ. അതിനു മുന്നിലേക്ക് പതാകയുമായി എടുത്തു ചാടുന്ന ഒരാൾ. കാറിൻ്റെ ബ്രേക്ക് അലറുന്ന ഒച്ച. പാഞ്ഞു വരുന്ന പോലീസുകാർ. പിന്നെ കീറിപ്പറഞ്ഞ പതാക വായിലേക്ക് കുത്തിക്കയറ്റപ്പെടുന്നു. ശേഖരൻ്റെ ചിന്തയെ മുറിച്ചുകൊണ്ട് ആ മനുഷ്യൻ മുന്നോട്ട് വന്നു. ശേഖരേട്ടാ, എന്നെ ഓർമ്മയുണ്ടോ? നാടകീയമായ ഒരന്വേഷണം. മറക്കാനോ? നിന്നെയോ? അതിന് എനിക്ക് ഈ ജന്മം കഴിയുമോടാ? അങ്ങനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു ശേഖരന്. പക്ഷേ അണപ്പല്ലുകൾ ഞെരിഞ്ഞമരുകയാണ്. വീണ്ടും പോയ കാലം മനസ്സിലേക്ക് കടന്നു വരികയാണ്. ശരീരത്തിൽ പോലീസുകാരുടെ ബൂട്ട്സുകൾ ചവിട്ടി അമർത്തപ്പെടുകയാണ്. യൗവനത്തിൻ്റെ ശക്തിയും ചൈതന്യവും ബൂട്ട്സുകൾക്കിടയിൽ പിടഞ്ഞു തീരുകയാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുവച്ച പതാകയുടെ നിറമങ്ങിപ്പോകുകയാണ്. എല്ലാം കണ്ടുകൊണ്ട് ഇരുമ്പഴിക്ക് മുന്നിൽ ഇവനുണ്ടായിരുന്നു, ഈ തന്തയ്ക്ക് പിറക്കാത്തവൻ. ഇപ്പോൾ മാന്യനാണല്ലോ ഇവൻ. ഖദറിന് കോണകത്തിൻ്റെ വില കൽപ്പിക്കാത്തവൻ. മുഖ്യമന്ത്രിയുടെ കസേരയിൽ ജനങ്ങളുടെ വോട്ടിനെ കീറക്കടലാസാക്കി അവരെ അടക്കി ഭരിക്കുന്നത് ഇവനാണല്ലോ. ശേഖരൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും കണ്ണടയ്ക്കിടയിലൂടെ ആ കണ്ണുകളിൽ തീയാളുന്നതും അയാൾ കണ്ടു. അപ്പോൾ ശേഖരേട്ടന് എന്നെ മനസ്സിലായി. അത്രയും ആശ്വാസം. ഒരുപാട് കാലമായല്ലോ നേരിൽ കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു. ഇനി കേൾക്കാനുള്ള കരുത്തില്ലാത്തതുപോലെ ശേഖരൻ കൈ ഉയർത്തി. പ്രായത്തെ അവഗണിച്ച് ശേഖരൻ്റെ നാവിൽ നിന്നുയർന്ന ശബ്ദം ആ പടുക്കൂറ്റൻ കെട്ടിടത്തിൻ്റെ ഓരോ മൂലയെയും പിടിച്ചു കുലുക്കി. വരുണാ. ഓർമ്മ നടുക്കത്തോടെ ഒന്നുകൂടി അച്ഛനിലേക്ക് പറ്റിച്ചേർന്നു. ഒരു നിമിഷം ആ കെട്ടിടത്തിൽ കനത്ത നിശബ്ദത പരന്നു. ആർക്കും ഒന്നനങ്ങാൻ പോലും കഴിഞ്ഞില്ല. മുഖ്യമന്ത്രി വരുൺ ഒഴികെ എല്ലാവരും ശേഖരൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പ്രായത്തെ മറന്ന് ശബ്ദമുയർത്തിയതിനാൽ ശേഖരന് ശ്വാസം മുട്ടി. ബന്ധപ്പെട്ട് അദ്ദേഹം കൈ ഉയർത്തി നെഞ്ചിൽ തടവി. പിന്നെ ചുമച്ചു. അത് കണ്ട് ഓർമ്മ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു. വരുണൻ അപ്പോഴും പുഞ്ചിരിച്ചു. എന്താ ശേഖരട്ടത്? ഇവിടെ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇത്രയും പേർക്ക് കേൾക്കാനായി ഇത്രയും ഉച്ചത്തിൽ പറയണോ? ശേഖരൻ നെഞ്ചിൽ നിന്നും കൈ എടുത്തു ശക്തിയിൽ കിതച്ചു. ആ മുഖത്തെ ക്ഷോഭത്തിന് തെല്ല് അയവും വന്നിരുന്നില്ല. നീ മിണ്ടരുത്, മുഖ്യമന്ത്രിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശേഖരൻ പറഞ്ഞു. നിന്റെ ഈ വൃത്തികെട്ട മുഖം എനിക്ക് കാണണ്ട. നിന്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരിക്കലും ജീപ്പിൽ കയറിയില്ലായിരുന്നടാ. അല്ലാതെ പിന്നെ. ശേഖരനോട് പറ്റിച്ചേർന്ന് നിന്നിരുന്ന ഓർമ്മയിലേക്ക് വരുണൻ ഒന്ന് പാളി നോക്കി. തലസ്ഥാനത്തെ ബസ് സ്റ്റാൻഡിൽ സുന്ദരിയായ മകളുമൊന്നിച്ച് രാത്രി മുഴുവൻ ഇരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശേഖരൻ അറിയാമോ? നീ ഭരിക്കുന്ന നാടല്ലേ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും എങ്ങനെ സംരക്ഷണം കിട്ടും? അത് കേട്ട് വരുണൻ്റെ പുരുകം ചുളിഞ്ഞു. മുഖം ചുവന്നു. ശേഖരട്ടാ, ഇങ്ങനെയല്ലാതെ മറ്റൊന്നും വിളിക്കാൻ എന്നെ പ്രേരിപ്പിക്കരുത്. അയാളുടെ മുന്നറിയിപ്പ്. നിങ്ങൾ ഈ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയോടാണെന്ന് ഓർക്കണം. മുഖ്യമന്ത്രി ഒന്ന് കാരി തുപ്പാനാണ് ശേഖരന് തോന്നിയത്. നിന്നെ ആരടാ ഈ പദവിയിൽ എത്തിച്ചത്? ഇവിടുത്തെ ജനങ്ങളെ ഭരിക്കാൻ നിനക്ക് എന്താ അവകാശം? ശേഖരട്ടൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങളാണ് എന്നെ മുഖ്യമന്ത്രിയാക്കിയത്. നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ആ കസേരയെ പുച്ഛിക്കരുത്. അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വരുണൻ ഒരടി മുന്നോട്ട് വന്നു. നിങ്ങൾ ഏതോ ആത്മകഥ എഴുതാൻ പോകുന്നെന്നും അതിൽ എൻ്റെ പൂർവ്വകാല കഥകൾ ഉണ്ടായിരിക്കുമെന്നൊക്കെ ഏതോ പത്രത്തിൻ്റെ ലോക്കൽ പേജിൽ വായിച്ചു. വേണ്ട ശേഖരേട്ടാ, സാഹസത്തിനൊന്നും മുതിരരുത്. ശേഖരൻ്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. ഇത് പറയാനാണ് നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിപ്പിച്ചത് അല്ലേ? എങ്കിൽ കേട്ടോ വരുണ, ഞാൻ ആത്മകഥ എഴുതും. അതിൽ നീ ഉണ്ടായിരിക്കും. നിന്റെ പഴയകാല സ്വഭാവം ഉണ്ടായിരിക്കും. അത് വായിക്കുമ്പോൾ നിന്നെ മുഖ്യമന്ത്രി കസേരയിൽ എത്തിച്ച ജനം തന്നെ നിന്നെ കല്ലെറിഞ്ഞ് താഴെയിടും. ശേഖരൻ്റെ കിതപ്പിന് ശക്തിയേറി. അല്ലെങ്കിൽ നീ എന്നെ കൊന്നേക്കണം. ഫാ മുതു കഴിവട്ടെ മോനെ, കൊല്ലണമെന്ന് വെച്ചാൽ അതും ചെയ്യും ഞാൻ. തനിക്കറിയാമല്ലോ. പെട്ടെന്ന് വരുണൻ ശേഖരൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ഒന്ന് കുലുക്കി. അച്ഛാ, ഓർമ്മ നിലവിളിച്ചു. വരുണൻ അവളെ നോക്കി. തൊഴുകൈകളോടെ അവൾ പറഞ്ഞു. എൻ്റെ അച്ഛനൊന്നും ചെയ്യരുത്. എനിക്ക് ആരുമില്ല സാർ. വരുണൻ പിടിവിട്ടു. അമർത്തിയ ഒരു മോളിലൂടെ പിന്നെ പുച്ഛിച്ചു. ഗാന്ധിയനാണ് പോലും. ഗാന്ധിയൻ മകളെയും കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് വ്യഭിചരിക്കാൻ നടക്കുന്നു. ഒന്നുകൂടെ കേട്ടോ, എൻ്റെ സർക്കാർ ഉള്ളിടത്തോളം കാലം തൻ്റെ മകൾക്കൊരു ജോലി കൊടുക്കില്ല. ആത്മകഥയിൽ അതും കൂടി എഴുതിക്കോ താൻ. സാർ, ഇത്തവണ സംസാരിച്ചത് ഓർമ്മയാണ്. ജോലി തന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ പാവം എൻ്റെ അച്ഛനും നിങ്ങളുടെ സ്വഭാവമാണെന്ന് കരുതരുത്. മക്കളെയും ഭാര്യയെയും അമ്മയെപ്പോലും കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവം. അവൾ നിന്നു കത്തി.
കവിളടക്കം ഒരടി കിട്ടിയാൽ ഇത്രയും രോഷം ഉണ്ടാകുമായിരുന്നില്ല വരുണന്. തൻ്റെ ഒപ്പം നിൽക്കുന്നവരെ അയാളൊന്ന് നോക്കി. എന്താടി നീ പറഞ്ഞത്? അയാൾ അവളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് മേൽപോട്ടുയർത്തി. എൻ്റെ തനി സ്വഭാവം കണ്ടിട്ട് നീ ഇനി ഇവിടുന്ന് പോയാൽ മതിയടി. അച്ഛാ! തലയോട്ടിൽ നിന്നും തൊലിയും മുടിയും ഉൾപ്പെടെ പറഞ്ഞു പോകുന്ന വേദനയിൽ ഓർമ്മ നിലവിളിച്ചു. വിടടാ എൻ്റെ മോളെ. ശേഖരൻ കാലം കുട കൊണ്ട് അയാളെ അടിച്ചു. അത്രയ്ക്കായോ? വരുണൻ കാലുയർത്തി ഒറ്റ ചവിട്ട്. ശേഖരൻ ഹൃദയം പിളരുന്ന ഒരു വിലാപത്തോടെ മലർന്നു വീണു. കൊണ്ടുപോ. CI മണിശങ്കറെ നോക്കി വരുണൻ കൽപ്പിച്ചു. മണിശങ്കർ അദ്ദേഹത്തെ പിടിച്ചുയർത്തി. വിട്, എന്നെ വിടാൻ. അദ്ദേഹം കുതറിയെങ്കിലും പൂച്ചയുടെ കയ്യിലകപ്പെട്ട ഒരു ചുണ്ടലിയെ പോലെയായിരുന്നു ശേഖരൻ. അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും കണ്ണട ഊരി വീണു. മണിശങ്കറുടെ ഷൂസിനിടയിൽപ്പെട്ട് അത് ഞെരിഞ്ഞുടഞ്ഞു. അച്ഛാ! ഓർമ്മ നിലവിളിക്കുകയാണ്. വരുണൻ അപ്പോഴും അവളെ വിട്ടിരുന്നില്ല. അയാൾക്ക് നേരെ തിരിഞ്ഞു. എൻ്റെ അച്ഛനൊന്നും ചെയ്യല്ലേ സാറേ. അദ്ദേഹത്തെ വിടാൻ പറയണം സാറേ. എനിക്ക് വേറെ ആരുമില്ല. എന്നാര് പറഞ്ഞു? അയാൾ ക്രൂരമായി ചിരിച്ചു. ഈ രാത്രി മുഴുവൻ ഞങ്ങളെല്ലാം ഉണ്ട് നിനക്ക്. നിന്നെ സന്തോഷിപ്പിക്കാനും തഴുകി തലോടാനുമെല്ലാം. പിന്നീട് അയാൾ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ല. കാതുകൾ കൊട്ടി അടക്കപ്പെട്ടിരുന്നു. അപ്പോൾ ശേഖരനെ ഒരു മുറിയിലേക്ക് തള്ളിയിട്ട് വാതിൽ പുറത്തുനിന്ന് നടക്കുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ മണിശങ്കർ. മോളെ! ഇരുളിൽ വല്ലവിധാനയും തപ്പിത്തെറിഞ്ഞെണീറ്റ ആ വൃദ്ധൻ വാതിലിൽ ആഞ്ഞാഞ്ഞു തട്ടി. വാതിൽ തുറക്കേൻ. എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്. പുറത്തുനിന്നും യാതൊരു ശബ്ദവും കേട്ടില്ല. ശേഖരൻ്റെ നെഞ്ചിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. നെഞ്ചിൽ കൈ അമർത്തിക്കൊണ്ട് അദ്ദേഹം തറയിലേക്ക് ഊർന്നു. അപ്പോൾ ആ മനസ്സിൽ ചില ചിത്രങ്ങൾ തെളിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ്. ആ ചരിത്രം ആവർത്തിക്കുമോ? തൻ്റെ മകളുടെ അത്രയും പ്രായമില്ലാത്തൊരു പെൺകുട്ടി പ്രാദേശിക നേതാവായ വരുണൻ്റെ അടുക്കൽ ഒരു ജോലിക്ക് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു പോയത്. പിന്നെ വീട്ടുകാർ കാണുന്നത് അവളുടെ പിച്ച് ചീന്തപ്പെട്ട നിശ്ചലമായ ശരീരം. വരുണൻ നാട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ. ആർക്കും അവനെ എതിർക്കാൻ വയ്യ. അവസാനം അവൻ വന്ന കാറിന് മുന്നിൽ പതാകയുമായി താൻ എടുത്തു ചാടി. ഫലമോ? ലോക്കപ്പ് പീഡനം. ഇവിടെ തൻ്റെ മകൾക്കും ആ പെൺകുട്ടിയുടെ ഗതി. അങ്ങനെ ചിന്തിച്ചപ്പോൾ ശേഖരൻ്റെ ശരീരം ഒന്ന് വെട്ടിപ്പിടഞ്ഞു. കവിളുകളുടെ നനച്ചുകൊണ്ട് ചുടുകണ്ണീർ ഒലിച്ചിറങ്ങി. ആ നേരത്ത് മുഖ്യമന്ത്രിയുടെ കൈകളിൽ തന്നെയായിരുന്നു ഓർമ്മ. അവൾക്ക് ചുറ്റും പിശാചുക്കളെ പോലെ മറ്റ് ഖദർധാരികൾ അട്ടഹസിച്ചു. സുരേന്ദ്ര! വരുണൻ വിളിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ മുന്നോട്ട് വന്നു. ഇവിടെ തന്ത വലിയ സ്വദേശപ്രേമിയ. ഇവൾക്കും അങ്ങനെ തന്നെ. പക്ഷേ എപ്പോഴെങ്കിലും വിദേശിയുടെ സുഖം ഇവളൊന്ന് അറിയണമല്ലോ. കൊണ്ടുവാ. സുരേന്ദ്രൻ പെട്ടെന്ന് പിൻവാങ്ങി. ഒരു ബോട്ടിൽ വിദേശമദ്യം എടുത്തുകൊണ്ടുവന്നു. കൊടുക്ക്. മുഖ്യമന്ത്രി അവളെ മുറുകെ പിടിച്ചു. സുരേന്ദ്രൻ മദ്യം അവളുടെ മുഖത്തിന് നേരെ നീട്ടി. തുറക്കടി വായ്. ഓർമ്മ മുഖം വെട്ടിച്ചു. അയാൾ അവളുടെ മുഖം നേരെ പിടിച്ചു. കവിളുകളിൽ വിരൽ മുറുക്കിയപ്പോൾ അറിയാതെ വാ തുറന്നുപോയി. മദ്യക്കുപ്പി അയാൾ അവിടേക്ക് കയറ്റി. ഓർമ്മ അത് തുപ്പിക്കളയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അന്നനാളത്തിലൂടെ മദ്യം എരിഞ്ഞിറങ്ങി. ഓർമ്മ ഒന്ന് ഓക്കാനിച്ചപ്പോൾ സുരേന്ദ്രൻ കുപ്പി മാറ്റി. അവളുടെ കണ്ണുകൾ പിന്നോട്ട് മറിഞ്ഞു. എങ്ങനെയുണ്ട് മോളെ വിദേശി? സ്വദേശിയേക്കാൾ കൊള്ളാം അല്ലേ? ഇനി മറ്റൊന്നുകൂടി ഞങ്ങൾക്കറിയണം. നീ TTC-കാരിയല്ലേ? പിള്ളേരെ പഠിപ്പിക്കാൻ നിനക്കറിയാമെന്ന് ഞങ്ങൾക്കും ഒന്നറിയണ്ടേ? അതല്ലെങ്കിൽ നിനക്കറിയാത്തത് ഞങ്ങൾ പഠിപ്പിച്ചുതരാം. വരുണൻ ചോദിച്ചത് അവൾ കേൾക്കുന്നുണ്ടായിരുന്നോ എന്ന് സംശയം. അയാൾ പിടിവിട്ടപ്പോൾ അവൾ വേച്ചുപോയി. അവിടെ നിൽക്കുന്നവരും ആ കെട്ടിടവുമെല്ലാം കീഴ്മേൽ മറിയുന്നത് പോലെ തോന്നി ഓർമ്മയ്ക്ക്. വാ. വരുണൻ അവളുടെ കൈക്ക് പിടിച്ചു. നമുക്ക് പഠിപ്പിക്കൽ തുടങ്ങാം. അയാൾ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഇരുവരും ഒരു മുറിയിൽ കയറി. വരുണൻ കാൽ കൊണ്ട് തട്ടി വാതിലടച്ചു. പിന്നെ സാരിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് അവളെ കിടക്കയിലേക്ക് തള്ളി. സാരിയിൽ അയാൾ പിടിച്ചിരുന്നതിനാൽ അവൾ ഉരുണ്ടാണ് കിടക്കയിൽ ചെന്ന് വീണത്. അപ്പോൾ സാരി മുഴുവൻ അഴിഞ്ഞ് വരുണൻ്റെ കയ്യിൽ ഇരിക്കുകയായിരുന്നു. കണ്ണുകൾ ബന്ധപ്പെട്ട് തുറന്ന് ഓർമ്മ നോക്കി. മുന്നിൽ നിൽക്കുന്ന വരുണനെ ശരിക്ക് കാണാൻ കഴിയുന്നില്ല. തെളിഞ്ഞു നിൽക്കുന്ന ബൾബ് പോലും കാണാനാവുന്നില്ല. എല്ലാം മൂടൽ മഞ്ഞിനുള്ളിൽ അകപ്പെട്ടതുമാതിരി. വരുണൻ അവളെ തന്നെ നോക്കി നിന്നു. ശേഖരൻ്റെ മകളെ സുന്ദരിയെന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ. ഇവൾ അതിസുന്ദരി തന്നെയാണ്. 55 വയസ്സായി വരുണന്. നല്ല പഴുത്ത തക്കാളി പോലെ ആണയാൾ. തലയുടെ പകുതിയിലധികം കഷണ്ടി ബാധിച്ചിരുന്നു. കുറുകിയ കണ്ണുകളും കട്ടിമീശയും. ഖദർ ഷർട്ടിന് പുറത്ത് പച്ചക്കറിയുള്ള ഒരു ഖദർ ഷാൾ ഭംഗിയായി മടക്കി തൂക്കിയിട്ടുണ്ടായിരിക്കും. ഓർമ്മയുടെ സാരി മുറിയുടെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ട് അയാൾ കിടക്കയിലിരുന്നു. അയാളുടെ രക്തം ചൂട് പിടിച്ചു കഴിഞ്ഞിരുന്നു. അബോധാവസ്ഥയിൽ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്ന അവളെ അല്പനേരം കൊതിയോടെ അങ്ങനെ നോക്കിയിരുന്നിട്ട് അയാൾ പതിയെ ആ കവിളിൽ തലോടി. പിന്നെ മൂക്കിൽ, ചുണ്ടുകളിൽ, കഴുത്തിൽ, അവിടെ നിന്നും താഴേക്ക്. ഒരു നല്ല കലാകാരനാകുമായിരുന്നു അയാൾ. പതിയെ അവളുടെ ബ്ലൗസും ബ്രായും അയാൾ അഴിച്ചുമാറ്റി. ത്രസിച്ചു നിൽക്കുന്ന ആ ഗോളങ്ങളും അവയിൽ ഒരു കളങ്കം പോലെ തോന്നുന്ന ചെറുപയർ മണികളുടെ വലിപ്പത്തിലുള്ള കുജാഗ്രവും കണ്ടപ്പോൾ ഇന്നുവരെ ആരും അവളെ കൈവച്ചിട്ടില്ലെന്ന് അയാൾക്ക് ഉറപ്പായി. അയാൾ അരുമയോടെ അവയെ തഴുകി തലോടി. അബോധാവസ്ഥയിലും ഓർമ്മ ഒന്ന് പുളഞ്ഞു. അസ്പഷ്ടമായ എന്തോ ഒരു ശബ്ദം അവളുടെ ചുണ്ടുകളിൽ ഉണ്ടായി. ആർത്തിയോടെ അയാൾ അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു. സിപ്പപ്പ് കഴിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെപ്പോലെ. അറിയാതെ അവളുടെ കൈകൾ അയാളുടെ കഴുത്തിൽ ചുറ്റി. ഗൂഢമായൊരു മന്ദഹാസത്തോടെ അയാൾ അവളുടെ പാവാട ചരടഴിച്ചു. പിന്നെ കൈവിരലുകൾ പൊക്കിളിനെ ഒന്ന് വട്ടം ചുറ്റി താഴേക്ക് അരിച്ചിറങ്ങി. ഓർമ്മ അയാളെ ഒന്ന് ചുറ്റി വരിഞ്ഞു.
അയാളുടെ കരവിരുത് അവളിൽ വ്യത്യസ്ത ഭാവങ്ങളാണ് ഉണ്ടാക്കിയത്. അയാളുടെ വിരലുകൾ രോമക്കാട്ടിലൂടെ ഒരു തേരട്ടയെ പോലെ താഴേക്ക് അരിച്ചിറങ്ങിച്ചെന്നു. ആദ്യാനുഭവത്തിൻ്റെ ഇക്കിളിയിൽ അവൾ കാലുകൾ മുറുക്കി പിടിക്കാൻ ഒരു ശ്രമം നടത്തി. കഴിഞ്ഞില്ല. വിരലുകൾ അപ്പോൾ അവളുടെ വികാരത്തുമ്പുകളെ തെരുപ്പിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ശത്രുവാണെങ്കിൽ കൂടി മദ്യലഹരിയിലായിരുന്നതിനാൽ അയാൾ ആ കൈ പിൻവലിക്കാതിരുന്നെങ്കിൽ എന്ന് അവളുടെ അന്തരംഗം കൊതിച്ചിട്ടുണ്ടാവണം. അയാൾ അവളുടെ പാവാടയും പാൻറ്റീസും ഊരിമാറ്റി. വെണ്ണക്കല്ലുകളെ വെല്ലുന്ന തുടക്കാമ്പുകളും അടിവയറ്റിലെ കറുത്തിരുണ്ട രോമങ്ങളും കണ്ടപ്പോൾ വരുണൻ നാവു നീട്ടി ചൊടി നനച്ചു. അവളുടെ കീഴ്ചുണ്ടിൽ നനവ് പടരുന്നത് അയാൾ കണ്ടു. തുടയിടുക്കിനെ ആവോളം രസിപ്പിച്ച ശേഷം അയാൾ അവളിലേക്ക് പടർന്നു കയറി. ഹോ! വേദനയുടെ മധുരം നിറഞ്ഞൊരു ശബ്ദം അവളിൽ നിന്നുണ്ടായി. പൊടുന്നനെ വരുണൻ്റെ മനസ്സിൽ ശേഖരൻ്റെ മുഖം തെളിഞ്ഞു. ആത്മകഥ എഴുതി തന്നെ നാറ്റിക്കാൻ ശ്രമിക്കുന്ന റാസ്കൾ, അയാളുടെ മകളുടെ ശരീരത്തിലാണ് താൻ. ആ ചിന്ത അയാളെ ഭ്രാന്തനാക്കി. അയാൾക്ക് ഇരട്ടി കരുത്തേറി. അവൾക്ക് മുകളിൽ അയാൾ താണ്ഡവം തന്നെയാടി. വേദനയിൽ അവളിൽ നിന്നും കുഴഞ്ഞ നിലവിളി ഉയർന്നു. അവസാനം സംതൃപ്തമായ മനസ്സോടെ വരുണൻ പുറത്തു വന്നു. ഇറച്ചി കഷ്ണത്തിൽ നോക്കിയിരിക്കുന്ന നായ്ക്കളെപ്പോലെ ഭരണമെന്ന വാഹനത്തിലെ പിൻസീറ്റ് ഡ്രൈവർമാർ വാതിക്കലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പോവുകയാണ്. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കാവാം. അപ്പോൾ തന്നെ ചീഫ് മിനിസ്റ്റർ മടങ്ങി. ഓർമ്മ കിടന്നിരുന്ന മുറിയുടെ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം CI മണിശങ്കർ അവിടെ നിന്നും പുറത്തു വന്നപ്പോൾ 5 മണി. അപ്പോൾ ഓർമ്മയ്ക്ക് ഒരു ചലനവും ഉണ്ടായിരുന്നില്ല. ആ കിളവനെയും ഇവളെയും എവിടെയെങ്കിലും കൊണ്ടു കളയണം, നേതാവ് നിർദ്ദേശിച്ചു. നേരം വെളുക്കാറായ സ്ഥിതിക്ക് ഇന്നിനി അത് കുഴപ്പമാവില്ലേ? പാർട്ടി ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രന് സംശയം. ഏതായാലും ആ കിളവൻ എന്തിയെന്ന് നോക്കാം. അങ്ങേര് ഇന്ന് വരെ വിദേശിക്ക് അയച്ചിട്ടുണ്ടാവില്ല. അല്പം കൊടുത്ത് ഇവിടെ ഇടാം. ബാക്കി കാര്യം രാത്രിയിൽ, മറ്റൊരാൾ പറഞ്ഞു. ഇയാൾക്ക് ആ പെണ്ണിലുള്ള പൂതി ഇതുവരെയും തീർന്നിട്ടില്ലെന്ന് സാരം. സുരേന്ദ്രൻ കളിയാക്കി. എന്തായാലും ഒരു കുപ്പി മദ്യവുമായി അവരെല്ലാവരും ശേഖരനെ അടച്ചിട്ടിരുന്ന മുറിക്ക് പുറത്തെത്തി. വാതിൽ തുറന്നു. CI മണിശങ്കർ അകത്ത് കയറി ലൈറ്റിട്ടു. എല്ലാവരിൽ നിന്നും ഒരേ നേരത്താണ് ആ ശബ്ദമുയർന്നത്. തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു ശേഖരൻ. കണ്ണുകൾ തുറച്ചു നിൽക്കുന്നു. വായിൽ നിന്നും തറയിലേക്ക് ഒഴുകിയിറങ്ങിയിരിക്കുന്ന കട്ട പിടിച്ച ചോര. മണിശങ്കർ അയാളുടെ മൂക്കിന് താഴെ കൈപ്പിടിച്ചു നോക്കി. അനന്തരം പതിയെ നിവർന്ന് എല്ലാവരോടുമായി പറഞ്ഞു. കഴിഞ്ഞു. നിയമസഭയുള്ള ദിവസമായിരുന്നു അന്ന്. കരിങ്കൊടിയും കുത്തിയാണ് പ്രതിപക്ഷ കക്ഷികൾ നിയമസഭയിലെത്തിയത്. സ്പീക്കർ ചേംബറിൽ എത്തും മുമ്പ് തന്നെ ബഹളങ്ങൾ തുടങ്ങി. ആഭ്യന്തരമന്ത്രി ജയറാം രാജിവയ്ക്കുക, ട്രെയിൻ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രധാന ആവശ്യങ്ങൾ. പ്രതിപക്ഷക്കാരുടെയൊപ്പം എന്നവണ്ണം ഭരണപക്ഷത്തെ പല ഗ്രൂപ്പുകളും ഒന്നും മിണ്ടാതിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ വാക്കുകൾ കൊണ്ട് നേരിടുവാൻ വരുണൻ്റെയും ജയറാമിൻ്റെയും ഗ്രൂപ്പുകൾ ശരിക്കും പാടുപെട്ടു. ഇന്നലത്തെ ആ കിരാത വാഴ്ചയ്ക്ക് മുഴുവൻ ഉത്തരവാദിത്തവും ആഭ്യന്തരമന്ത്രി ഏറ്റെടുക്കണം. മാത്രമല്ല, ഇത്തരം ഒരു ആഭ്യന്തരമന്ത്രി ജനപ്രതിനിധികൾക്കെല്ലാം അപമാനമാണ് താനും. അതുകൊണ്ട് അദ്ദേഹം രാജിവയ്ക്കണം. പ്രതിപക്ഷ നേതാവ് മേശയിൽ ഉറക്കെയടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ എനിക്കതിന് മനസ്സില്ല. നിങ്ങളെക്കാളൊക്കെ ഭൂരിപക്ഷം നേടിയാണ് ഞാൻ ഈ നിയമസഭയിലെത്തിയത്. അതുകൊണ്ട് അത്തരം പൂതിയൊക്കെ അങ്ങ് മനസ്സിൽ വച്ചാൽ മതി. ആഭ്യന്തരമന്ത്രി ജയറാം തിരിച്ചടിച്ചു. അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രതിപക്ഷ MLA കയറി പറഞ്ഞു. നായയുടെ കയ്യിൽ പൊതിഞ്ഞാ തേങ്ങ കിട്ടിയിട്ട് എന്താ കാര്യം? നായ നിന്റെ തന്തയാടാ. എടാ, തോന്നിയാസം പറയരുത്. പ്രതിപക്ഷം ചാടിയനിട്ട് ഭരണപക്ഷത്തിന് നേരെ ചീറിയെടുത്തു. ഉന്തും തള്ളും വാച്ച് ആൻഡ് പാഡ് ഓടിയെത്തി. ഇരു കൂട്ടരെയും പിടിച്ചു മാറ്റി. അതോടെ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തേക്ക് ഇറങ്ങിയ പ്രതിപക്ഷക്കാർ നിയമസഭാ സമ്മേളനം അലങ്കോലമാക്കി. പിന്നെ സഭ ബഹിഷ്കരിച്ച് പുറത്തുവന്ന അവർ നടയിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. അന്ന് ഉച്ച കഴിഞ്ഞ് ഭരണകക്ഷിയുടെ ഒരു അടിയന്തര യോഗം ചേർന്നു. അവിടെയും എതിർ ഗ്രൂപ്പുകാരുടെ രൂക്ഷ വിമർശനത്തിനിടയായി ആഭ്യന്തരമന്ത്രി CK ജയറാം. പരസ്പരം ചെളിവാരി എറിയാനല്ല നമ്മളിവിടെ കൂടിയിരിക്കുന്നത്, കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാനാണ്. അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു. ഇങ്ങനെ ഇയാൾക്ക് വേണ്ടി നമ്മൾ പലവട്ടം കൂടിയിട്ടുള്ളതല്ലേ? കേരളമാകെ കലാപം പടരുമ്പോൾ ഇയാൾ അനങ്ങപ്പാറ പോലെ മിണ്ടാതിരുന്നിട്ട് ഒട്ടും ശരിയായില്ല. MLA ചാലക്കുഴി ചന്ദ്രാംഗതൻ പറഞ്ഞു. താൻ വേറെ കാര്യം പറ ചാലക്കുഴി. ഒരു കാൽമേൽ മദ്ദും വെച്ചുകൊണ്ട് വിരലിൽ നീരുവീക്കം വന്നവനെ നോക്കി വിടുവായി പറയല്ലേ? ജയറാമിന് ദേഷ്യം വന്നു. നിർത്ത്. നിങ്ങളിങ്ങനെ പരസ്പരം പഴിച്ചാരാനാണെങ്കിൽ നമുക്ക് ഈ ചർച്ച തൽക്കാലം നിർത്തിയേക്കാം. മന്ത്രിസഭ വീണാൽ അതിൻ്റെ കുറവ് എല്ലാവർക്കും കൂടിയാണ്. അത് മറക്കണ്ട. ഞാൻ എൻ്റെ പാട് നോക്കി പോകും. മുഖ്യമന്ത്രി വരുണൻ്റെ ആ വാക്കുകൾ ശരിക്കേറ്റു. അംഗങ്ങൾ അല്പമൊന്നടങ്ങി. 2.5 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അവർ ഒരു തീരുമാനത്തിലെത്തി. ആഭ്യന്തരമന്ത്രി CK ജയറാമിനെ വധിക്കാൻ ശ്രമിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വിടുക. കലാപത്തെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കുക. അതുകൊണ്ട് ഉദ്ദേശിച്ചത് 2 ഗുണങ്ങളാണ്. ആഭ്യന്തരമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചവരെ കണ്ടെത്തിയാൽ അത് പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അവരുടെ നാവടപ്പിക്കാം. കലാപത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞതും അവരാണല്ലോ. കൊലപാതകത്തിന് പിന്നിൽ അവരാണെങ്കിൽ കലാപകാര്യത്തിൽ അവർ പിന്നെ അനങ്ങാനിടയില്ല. ആ തീരുമാനത്തോടെ അവർ പിരിഞ്ഞു. അന്ന് രാത്രി 8 മണിക്ക് CI മണിശങ്കർ വട്ടപ്പാറയുള്ള ആ 3 നില കെട്ടിടത്തിലെത്തി. അപ്പോൾ അവിടെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രനും വേറൊരാളുമേ ഉണ്ടായിരുന്നുള്ളൂ. അവളെന്തിയെ? ചെന്നപാടെ മണിശങ്കർ തിരക്കി. ഉച്ചയായപ്പോഴേക്കും ഉണർന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങി. ഞങ്ങൾ അല്പം വിദേശി കൂടി കൊടുത്ത് മയക്കിയിട്ടിരിക്കുക, സുരേന്ദ്രൻ പറഞ്ഞു. വിദേശി മാത്രമേ കൊടുത്തിട്ടുള്ളോ അതോ?
സുരേന്ദ്രൻ ചിരിച്ചു. എത്ര നേരമാ നോക്കിയിരിക്കുന്നത്? അതെന്തുമാകട്ടെ, അവളെയും അവളുടെ അപ്പൻ്റെ ഡെഡ് ബോഡി എത്രയും വേഗം മാറ്റണമെന്ന CM പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ശേഖരൻ്റെ വിറങ്ങലിച്ച ശരീരവും വാടിയ ചേമ്പിൻതണ്ട് മാതിരി കിടക്കുന്ന ഓർമ്മയെയും അവരെടുത്ത് ജീപ്പിലിട്ടു. അവരെയും കൊണ്ട് മനുശങ്കർ ജീപ്പിൽ പാഞ്ഞുപോയി. വിഴിഞ്ഞത്ത് നിന്ന് ഒരു സ്പീഡ് ബോട്ടിൽ ശരീരങ്ങൾ കടലിലേക്ക്. ഉൾക്കടലിൽ കൊണ്ട് തട്ടിയിട്ട് രാത്രി 2 മണിയോടുകൂടി മനുശങ്കർ തൻ്റെ ക്വാർട്ടേഴ്സിൽ തിരികെ എത്തി. പിറ്റേന്ന് രാവിലെ ശംഖുമുഖം ബീച്ചിൽ ഒരു ശവം അടിഞ്ഞു. കെട്ടുവല വലിക്കാൻ എത്തിയവരാണ് അത് ആദ്യം കണ്ടത്. ഒരു വൃദ്ധൻ്റെ ശവശരീരം. അവർ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി. തലസ്ഥാനത്ത് ശവം ഒരു പുതിയ കാര്യമല്ലാത്തതിനാൽ അധികം ആളുകളൊന്നും കൂടിയില്ല. പോലീസിന് ആളെ മനസ്സിലായില്ല. പത്രക്കാരെ വിളിച്ചു വരുത്തി അവർ ശരീരം കാണിച്ചു. ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച ശേഷം ശവശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. എന്നാൽ ആ ശവം സ്വാതന്ത്ര്യ സമരസേനാനി ശേഖരൻ്റേതാണെന്ന് അപ്പോൾ തന്നെ പലരും അറിഞ്ഞിരുന്നു. ഇനി ഏത് നിമിഷവും ഓർമ്മയുടെ ശവവും എത്താം. അവർ കാത്തിരുന്നു. പക്ഷേ അത് കണ്ടില്ല. പത്രക്കാർ ആ ശവശരീരം ശേഖരൻ്റേതാണെന്ന് അല്പം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. സ്വാതന്ത്ര്യ സമരസേനാനിയുടെ ശവശരീരം കടലിൽ എന്ന തലക്കെട്ടിൽ അവർ വാർത്തകൾ കൊടുത്തു. മാത്രമല്ല, പത്തനംതിട്ട ബ്യൂറോയിൽ വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്വേഷിപ്പിക്കുകയും ചെയ്തു. അവിടെ ആരുമില്ലാത്തതിനാൽ അടുത്ത വീട്ടുകാരിൽ നിന്നും മകളുമായി PSC പരീക്ഷയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയായിരുന്നു എന്ന അറിവ് കിട്ടി. അങ്ങനെയെങ്കിൽ മകളെവിടെ? 3 ദിവസമായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഓർമ്മ പതിയെ കണ്ണുകൾ തുറന്നു. താൻ എവിടെയാണ്? കാറ്റിൻ്റെ ചൂളം വിളി കേൾക്കാം. ഉപ്പുരസമുള്ള കാറ്റാണ്. അവൾ നാവുകൊണ്ട് നീട്ടി ചുണ്ട് നനച്ചു. ഏതോ എഞ്ചിൻ്റെ മുരൾച്ച, മീൻ നാറ്റം. താൻ പതിയെ കുലുങ്ങുന്നുണ്ടോ? അവൾ ചുറ്റും പകച്ചു നോക്കി. എന്താണിത്? മേൽക്കുരയ്ക്ക് ഒട്ടും ഉയരമില്ല. തിടുക്കത്തിൽ അവൾ എണീറ്റിരുന്നു. അറിയാതെ ഒരു ശബ്ദം അവളുടെ തൊണ്ടയിൽ നിന്നുയർന്നു. താൻ കടലിലാണ്, ഒരു ബോട്ടിനുള്ളിൽ. ഒപ്പം നടുക്കത്തോടെ മറ്റൊന്നുകൂടി അവൾ അറിഞ്ഞു. തനിക്ക് പാവാടയും ബ്ലൗസും മാത്രമേ ഉള്ളൂ. തല കറങ്ങുന്ന ശരീരം അപ്പാടെ പൊള്ളുകയാണ്. തൊണ്ട വരളുന്നു. ആരോ അങ്ങോട്ട് വരുന്ന ശബ്ദം കേട്ട് അവൾ കൈകൾ കൊണ്ട് മാറിൽ ഒരു ഗുണനം തീർത്തു. ആഹാ, എണീറ്റോ? എന്തൊരു പറ്റി? ആരോഗ്യത്തോടെ ഗ്രാത്രനായ ആ ചെറുപ്പക്കാരൻ തിരക്കി. കള്ളിക്കൈലിയും ബനിയനും തലയിൽ തോർത്തുകൊണ്ട് വട്ടത്തിൽ ഒരു കെട്ടുമായിരുന്നു അവൻ്റെ വേഷം. ചോദിച്ചതിൻ്റെ ഉത്തരമായിരുന്നില്ല അവളുടെ നാവിലെത്തിയത്. ഞാനെങ്ങനെ ഇവിടെ? അപ്പോൾ ഓർമ്മകളും മറ്റും ഇല്ലേ? കഴിഞ്ഞ 3 ദിവസങ്ങളായി താൻ കണ്ണു തുറക്കണമെന്ന് നോക്കുകയായിരുന്നു ഞങ്ങൾ. ഇന്നും കൂടി നോക്കിയിട്ട് ഫലമില്ലെന്ന് കണ്ടാൽ വലിച്ച വെള്ളത്തിൽ കളയണമെന്നും മറ്റും ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഓർമ്മ ഒന്ന് ഞെട്ടി. അവൻ തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയും മറ്റും പറയണ കേട്ട് ആൾ കാഞ്ഞു പോയിട്ടില്ലെന്ന് മനസ്സിലായി. അതാ കാത്തത്. അല്ലാണ്ട് ശവമായിട്ട് കരയിലേക്ക് ചെന്നാൽ ഞങ്ങൾ അകത്താവൂലേ? റഷീദേ, ബോർഡിന് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നു. ദായ വരണ്. അവൻ പിന്തിരിഞ്ഞു. ഓർമ്മയുടെ മനസ്സിലേക്ക് ആ വലിയ കെട്ടിടത്തിലെ സംഭവങ്ങൾ തെളിഞ്ഞു. മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് എത്ര പേർ തന്നെ. പിറ്റേന്ന് പകലും മദ്യം കുടിപ്പിച്ചിട്ട് അപ്പോൾ നടക്കുന്ന ഒരു ഓർമ്മയായി ശേഖരൻ്റെ മുഖം അവളുടെ ഓർമ്മയിലെത്തി. അച്ഛൻ ചകിതഭാവത്തിൽ അവൾ ചുറ്റും നോക്കി. അച്ഛൻ എവിടെ? ഈശ്വരാ. നോക്കത്തുന്ന ദൂരത്തോളം കടലിൻ്റെ നീലിപ്പ് മാത്രം. ഇടയ്ക്ക് ചില മത്സ്യബന്ധന ബോട്ടുകൾ കണ്ടു. റഷീദ് പോയി അല്പം കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും അവളെ കാണാനെത്തി. മൊത്തം 9 പേരുണ്ടായിരുന്നു ബോട്ടിൽ. ഒരാൾ ഏതാനും ടാബ്ലറ്റുകളും വെള്ളവും അവൾക്ക് കൊടുത്തു. നല്ല പനിയുണ്ട്, ഇത് കഴിച്ചോ. അയാൾ ദയനീയ ഭാവത്തിലൊന്ന് നോക്കിയിട്ട് അവൾ അത് കഴിച്ചു. അപ്പോൾ റഷീദ് പറഞ്ഞു, ചിലപ്പോൾ ഛർദ്ദിച്ചേക്കും. കടൽ എല്ലാവർക്കും പിടിച്ചെന്ന് വരത്തില്ല, പ്രത്യേകിച്ചും ആദ്യം കടലിൽ വരുന്നവർക്ക്. കടൽ ചുരുക്കെന്ന് പറയാം. ഞാനെങ്ങനെ ഇവിടെ? അതറിയാനായിരുന്നു അവൾക്ക് ധൃതി. സത്യം പറയാലോ കൊച്ചേ, കൂട്ടത്തിൽ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു. ഞങ്ങൾ വല വലിക്കുകയായിരുന്നേ. കുറച്ചകലെ കൂടി ഒരു സ്പീഡ് ബോട്ട് പോണതും 2 തവണ എന്തോ വലിച്ചെറിയുന്നതും കണ്ടേ. ബോട്ട് പോയി കഴിഞ്ഞ് നോക്കുമ്പോൾ നീ കിടന്ന് പിടച്ച് താഴാൻ പോണു. ഈ റഷീദ നിന്നെ വലിച്ച് ഈ ബോട്ടിലിട്ടത്. അവളുടെ ഹൃദയത്തിൽ കൊടുവാളിൻ്റെ വെട്ടേറ്റതുപോലെ ഒരു പുളച്ചിൽ. 2-ൽ-1 അച്ഛനായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ട് എന്നവണ്ണം മറ്റൊരാൾ പറഞ്ഞു. അടുത്തയാളിനെ കണ്ടെത്താൻ ഞങ്ങൾ കുറേ നോക്കി, പക്ഷേ പൊങ്ങി വന്നില്ല. ആരായിരുന്നത്? പച്ചമുള വെട്ടി ചീന്തും പോലെ ഒരു നിലവിളിയായിരുന്നു അവൾ. അതിനിടെ നാവിൻ തുമ്പിൽ അക്ഷരങ്ങൾ പിടഞ്ഞു വീണു. അച്ഛൻ. ഒന്നും പിടികിട്ടാതെ അവർ പരസ്പരം നോക്കി. അവൾ കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തി തേങ്ങിക്കരഞ്ഞു. ഇനിയിപ്പോൾ അവളെ കൂടുതൽ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവർ ജോലി തുടർന്നു. വല ബോട്ടിലേക്ക് വലിച്ചിടുകയായിരുന്നു. മത്തിയും പരവയും മറ്റും വലയ്ക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു. വീണ്ടും വലയിറക്കും മുമ്പ് എല്ലാവരും ഭക്ഷണത്തിനിരുന്നു. റഷീദ് ഓർമ്മയ്ക്കും ഭക്ഷണം കൊടുത്തു. സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയത്. 2-3 ദിവസങ്ങളായി എന്തെങ്കിലും കഴിച്ചിട്ട്. എങ്കിലും അച്ഛനെ ഇനി ഒരിക്കലും തനിക്ക് കാണാൻ കഴിയില്ല എന്ന് ഓർത്തതോടുകൂടി അവളുടെ വിശപ്പ് നിന്നു പോയിരുന്നു. കഴിക്കണേ, അവർ നിർബന്ധിച്ചപ്പോൾ അവൾ കഴിക്കാൻ തുടങ്ങി. നമ്മൾ നാളെ കടലിൽ നിന്ന് മടങ്ങും കേട്ടോ, അവർ അറിയിച്ചു. ഏതാണ്ട് ഒരാഴ്ചയായി തങ്ങൾ കടലിൽ പോന്നിട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി. പൂന്തുറ സ്വദേശികളാണവർ. ക്രമേണ മനസാന്നിധ്യം വീണ്ടെടുത്ത അവൾ മീൻ പിടിക്കുന്നതും അത് സൂക്ഷിക്കുന്ന അറയുമൊക്കെ നോക്കിക്കണ്ടു. അതിനിടെ റഷീദ് ഒരു തുവർത്ത് അവൾക്ക് കൊടുത്തു, മാറുമറയ്ക്കാൻ. ആ രാത്രിയിൽ അവൾ തനിക്ക് സംഭവിച്ചത് അവരോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് ആദ്യം പ്രതികരിച്ചത് പ്രായമുള്ള മനുഷ്യനാണ്, ഹൈദ്രോസ്. അതായിരുന്നു അയാളുടെ പേര്. നായിൻ്റെ മോൻ. ഓൻ്റെ മോടെ പ്രായമല്ലേ നിനക്ക് വരൂ. എന്നിട്ടും
ആ പട്ടീനെ അങ്ങനെ വിട്ടുകൂടാ മോളെ? കരയിലേക്ക് ചെന്നിട്ട് എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അല്ല പിന്നെ. അതേ അഭിപ്രായമായിരുന്നു മറ്റുള്ളവർക്കും. അടുത്ത ദിവസം അവർ കരയിലേക്ക് മടങ്ങുകയും ചെയ്തു. അത് ഒരു കൊടുങ്കാറ്റിൻ്റെ തുടക്കമായിരുന്നു. ചീഫ് മിനിസ്റ്റർ വരുണൻ്റെ സെൽഫോൺ ശബ്ദിച്ചു. വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്ന ഒരു നമ്പറായിരുന്നു അതിൻ്റേത്. അത്യാവശ്യമുള്ളപ്പോൾ മാത്രം വിളിക്കാവുന്ന നമ്പർ. അയാൾ ഡിസ്പ്ലേ സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ നോക്കി. പാർട്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രനാഥനാണ്. എന്താ സുരേന്ദ്ര? ഫോൺ കാതോട് ചേർക്കുന്നതിനിടയിൽ തന്നെ തിരക്കി. കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നു സാറേ. വല്ലാത്തൊരു തിടുക്കമുണ്ടായിരുന്നു സുരേന്ദ്രൻ്റെ ശബ്ദത്തിൽ. തൻ്റെ മുന്നിലിരുന്ന ചീഫ് സെക്രട്ടറിയെയും ജില്ലാ കളക്ടറെയും ഒന്ന് നോക്കിയിട്ട് അയാൾ എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് നടന്നു. ഇനി പറ സുരേന്ദ്ര, എന്തുണ്ടായി? സാറേ, ആ പെണ്ണ് ജീവിച്ചിരിക്കുന്നു. CMൻ്റെ നെറ്റി ചുളിഞ്ഞു. അടുത്ത് ആരുമില്ലെന്ന് അറിയാമായിരുന്നിട്ടും അയാൾ ചുറ്റും ഒന്ന് നോക്കിപ്പോയി. ഏത് പെണ്ണ്? ശേഖരൻ്റെ മോള്. നട്ടലിൽ ഒരു ശൂലം തറച്ചതുപോലെ വരുണൻ പുളഞ്ഞു. സത്യമാണോ താൻ പറയുന്നത്? അതേന്നേ, അവളിപ്പോൾ പൂന്തറയുണ്ട്. കുഴപ്പമാകുമല്ലോ സുരേന്ദ്ര. കുഴപ്പമാകും. അവൾ പത്രസമ്മേളനം നടത്താൻ പോകുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അടുത്ത നടുക്കം CMനെ പൊതിഞ്ഞു. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ആ മനുശങ്കർ എവിടെയാണാവോ? ആ കഴിവേറുമ്പോൾ പറഞ്ഞത് എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ടെന്നല്ലേ? അതെ. ഏതായാലും സുരേന്ദ്രൻ നേരെ പൂന്തറയ്ക്ക് വിട്ടോ. അവളുടെ കണ്ണിൽ പെടരുത്. അടുത്ത നീക്കം എന്തൊക്കെയാണെന്ന് ഉടനെ അറിയണം. ശരി. മുഖ്യമന്ത്രി തിരിച്ചെത്തി. ചീഫ് സെക്രട്ടറിയെയും കളക്ടറെയും നോക്കി. നിങ്ങളിപ്പോൾ പോകൂ, ഞാൻ വിളിക്കാം. സാർ. അവർ അയാളെ വണങ്ങിയിട്ട് ഇറങ്ങിപ്പോയി. മന്ത്രി ബസർ അമർത്തി. PA കടന്നു വന്നു. ഇന്നിനി വിസിറ്റേഴ്സിനെ ആരെയും കടത്തിവിടണ്ട. സാർ, പക്ഷേ കോഴിക്കോട്ട് നിന്ന് വന്ന PA പൂർത്തിയാക്കിയില്ല. വരുണൻ്റെ രൂക്ഷമായ നോട്ടം കണ്ട് അയാൾ പെട്ടെന്ന് പിന്തിരിഞ്ഞു. മന്ത്രി അപ്പോൾ തന്നെ CI മനുശങ്കറെ വിളിച്ചു. അയാൾ ലൈനിൽ വന്നപ്പോൾ ആദ്യം വിളിച്ചത് ഒരു പുഴുത്ത തെറിയാണ്. പിന്നെ തിരക്കി. താൻ ആ പെണ്ണിനെ തന്തയെ കൊണ്ടുകളഞ്ഞത് എവിടെയാണ്? കടലിൽ. കോപ്പിൽ. എന്നിട്ട് ആ പെണ്ണ് ജീവനോട് തിരിച്ചു വന്നതോ? സാർ. അമ്പരപ്പോൾ അയാൾ വിളിച്ചു. ഇനിയിപ്പോൾ നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ലടോ. അവൾ പത്രസമ്മേളനമോ മറ്റോ നടത്താൻ പോകുകയാ. മന്ത്രി കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു. അതുകൊണ്ട് പൂന്തറയെത്തി എത്രയും വേഗം അവളെ കസ്റ്റഡിയിലെടുക്കണം. ചാർജ് എന്തുമായിക്കോട്ടെ. സാർ, പക്ഷേ അവിടെ എൻ്റെ പരിധിയിലല്ല. അതൊന്നും ഇപ്പോൾ നോക്കണ്ട. നാവ് ചലിപ്പിക്കാൻ കഴിയും മുമ്പ് അവൾ കസ്റ്റഡിയിലാകണം. ശരി സാർ. ചീഫ് മിനിസ്റ്റർ ഫോൺ വെച്ചു. എന്നിട്ട് വിവശതയോടെ കതർഷാൾ ഉയർത്തി നെറ്റിയിലെയും മുഖത്തെയും വിയർപ്പ് തെറിച്ചു. പൂന്തറയിലെ ഒരു വീടിനുള്ളിലായിരുന്നു അപ്പോൾ ഓർമ്മ. അവളെ കാണുവാനും വിവരങ്ങൾ അറിയുവാനും ധാരാളം ആളുകൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നു. ഇതിനിടെയാണ് വിവരം മണത്തറിഞ്ഞ് റിപ്പോർട്ടർ സ്റ്റാൻലിയുടെ വരവ്. വന്നപാടെ അയാൾ അവളുടെ 2-3 ചിത്രങ്ങളും എടുത്തു. ആളുകളിൽ നിന്നൊക്കെ നേരത്തെ സ്റ്റാൻലി ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മറ്റുള്ളവർ കേൾക്കെ ഓർമ്മ സ്റ്റാൻലിയോട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട അവൾക്ക് ഇനി ഒന്നും മറയ്ക്കാൻ ഉണ്ടായിരുന്നില്ല. അയാളെല്ലാം ടേപ്പ് ചെയ്തു. അന്ന് തന്നെ പ്രസ് കോൺഫറൻസ് വിളിക്കുന്നുണ്ടെന്ന കാര്യവും ഓർമ്മ അറിയിച്ചു. അപ്പോഴാണ് സൈറൻ ഇട്ടുകൊണ്ട് ഒരു പോലീസ് വാഹനം ചീറിപ്പാഞ്ഞു വന്ന് അവിടെ നിന്നത്. അതിൽ നിന്നും CI മനുശങ്കറും പോലീസുകാരും ചാടിയിറങ്ങി. മുന്നിൽ കണ്ടവനോട് തിരക്കി. മീൻ പിടിക്കാൻ പോയവർക്ക് കടലിൽ നിന്നും ഒരു പെണ്ണിനെ കിട്ടിയെന്നറിഞ്ഞു. എവിടെയാടാ അവള്? ആ മനുഷ്യൻ ഓർമ്മ ഇരുന്ന വീടിന് നേരെ കൈ ചൂണ്ടി. പോലീസ് അങ്ങോട്ട് നീങ്ങി. അവരുടെ വരവിൽ തന്നെ പന്തികേട് തോന്നിയ ആളുകൾ വഴിയൊഴിഞ്ഞു കൊടുത്തു. പോലീസ് ഓർമ്മ ഇരുന്ന വീടിന് മുന്നിലെത്തി. എവിടെ അവള്? ആരോടൊന്നില്ലാതെ മനുശങ്കർ ശബ്ദമുയർത്തി. ആരുടെ കാര്യമാ സാറേ ചോദിക്കണത്? ഹൈദർസ് മുന്നോട്ട് വന്നു. മനുശങ്കറുടെ കണ്ണുകളിൽ തീയെരിഞ്ഞു. നീ എന്താടാ പൊട്ടം കളിക്കുകയാണോ? മനുശങ്കർ അയാൾക്ക് നേരെ തിരിഞ്ഞു. സാറേ, പ്രായം കൊണ്ട് ഒത്തിരി മുന്നിലാണ് ഞാൻ. പഠിപ്പും പത്രോസും കുറച്ച് കുറവാന്നേ ഉള്ളൂ. എന്ന് വെച്ച് പ്രായത്തിൽ കുറഞ്ഞവരെ വിളിക്കും പോലെ നീയെന്നൊക്കെ ഈ വൃദ്ധനെ വിളിക്കുന്നത് കൊള്ളാമോ? ഹൈദ്രോസ് സാവധാനമാണ് ചോദിച്ചത്. നീ എന്താടാ എന്നെ പഠിപ്പിക്കാൻ വരികയാണോ? CI കൈയും ചൂണ്ടി. പ്രായം ഒന്ന് നോക്കുകയല്ല ഞാൻ. ചവിട്ടിക്കൂട്ടി വലിച്ചെടുത്തോണ്ട് പോകും. അത് കേട്ടപ്പോൾ ഹൈദ്രോസ് ഒന്ന് ചിരിച്ചു. ഈ പൂന്തറയെന്നോ? വലിയ വലിയ പോലീസുകാരെ ഒത്തിരി നോക്കിയിട്ടുള്ളതാ സാറേ പൂന്തറക്കാരെ ഒന്ന് കൊണ്ടുപോകാൻ. തോക്കും തൊപ്പിയും വെച്ചോണ്ട് ദാ ആ റോഡിൽ വരെ വന്ന് നിന്നച്ച് അണ്ടിപ്പോയ അണ്ണനെ പോലെ തിരിച്ചു പോയിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ വന്നതേം തിരിച്ചു പോയിട്ടുമില്ല. തമാശ പോലെയാണ് ഹൈദ്രോസ് അത് പറഞ്ഞതെങ്കിലും വാക്കുകളിൽ പതിയിരിക്കുന്ന അപകടം മനുശങ്കർക്ക് ബോധ്യമായി. മാത്രമല്ല അയാൾ ഒന്നുകൂടി കണ്ടു. തങ്ങൾക്ക് ഈ വീട്ടുമുറ്റത്തേക്ക് വരുവാൻ വഴിയൊരിഞ്ഞ് തന്നിരുന്നവർ ഇപ്പോൾ അവിടെ നിറഞ്ഞ് തങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട പോലെയായിരിക്കുന്നു. അപകടം. മനുശങ്കർ പോലീസുകാരെ നോക്കി. അവരുടെ മുഖത്തും രക്തമയമില്ലായിരുന്നു. എങ്കിലും അങ്ങനെ തോറ്റുമടങ്ങുവാൻ മനുശങ്കർ ഒരുക്കമായിരുന്നില്ല. നിങ്ങളുമായിട്ട് വെറുതെ വഴക്കൂടാനൊന്നുമല്ല ഞാൻ വന്നത്. അയാൾ സംയമനം പാലിച്ച് അറിയിച്ചു. ആ പെണ്ണിനെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം. ഇത് വലിയ ബെടക്കായല്ലോ. നിങ്ങളിത് ഏത് പെണ്ണിൻ്റെ കാര്യമാണ് പറയണത്? ഹൈദ്രോസ് അസ്വസ്ഥനായി. കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തുറന്നു പറയാൻ. ഇവിടെ നിന്നും ആരോ കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ ഒരു പെണ്ണിനെ കിട്ടിയെന്നറിഞ്ഞു. അവളുടെ കാര്യമാണ് പറഞ്ഞത്. ഓ, അങ്ങനെ നേരെ ചൊവ്വേ പറഞ്ഞിരുന്നേലേ ഇത്രയും സംസാരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഹൈദ്രോസ് ചിരിച്ചു. കാലിൻ്റെ പെരുവിരൽ മുതൽ പെരുത്ത് കയറുകയാണ് മനുശങ്കർക്ക്. ഒറ്റത്തൊഴുക്കി കളവനെ മലർത്താനുള്ള ആവേശമുണ്ട്. പക്ഷേ അടക്കി. ഹൈദ്രോസ് തുടർന്നു. ഞങ്ങൾക്ക് ആ പെണ്ണിനെ കിട്ടിയത്. ആട്ടെ സാറേ, ഒന്ന് ചോദിച്ചോട്ടെ, ഓൾ ആരാ? എന്തിനാ ഓളെ തേടി സാർമാർ വന്നത്? മനുശങ്കർക്ക് അല്പം ആശ്വാസം തോന്നി. ഏതായാലും ഇവരോടൊന്നും അവൾ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല.
അവളൊരു കേസിൽ പിടികിട്ടാ പുള്ളിയാണ്. കൊലക്കേസാ. ഞങ്ങൾ അന്വേഷിച്ച് പിറകെ ചെന്നപ്പോൾ അവളും കൂട്ടാളികളും ഒരു ബോട്ടിൽ കടലിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും നിങ്ങളുടെ കസ്റ്റഡിയിൽ അവളെ കിട്ടിയത് നന്നായി. മണിശങ്കർ ഒരു മുഴ നീട്ടിയെറിഞ്ഞു. ഇത്തരം ഒരു പ്രതിയെ പിടിച്ച് തന്നതിന് തീർച്ചയായും സർക്കാർ നിങ്ങൾക്ക് പാരിതോഷികം തരും. ഓഹോ, ഉത്സാഹത്തോടെ ഹൈദ്രസ് ചോദിച്ചു. പണമായിട്ടാവുമോ സാറേ കിട്ടണത്? പിന്നില്ലേ, മണിശങ്കർ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ സാറിനെയും ഈ നാട്ടിലെ മന്ത്രിമാരെ പിടിച്ചു കൊടുത്താൽ ഞങ്ങൾക്ക് ഒത്തിരി കാശ് കിട്ടുമല്ലോ. മണിശങ്കറുടെ ചുണ്ടിലെ ചിരി മറഞ്ഞു. ആളുകൾ അടക്കിച്ചിരിച്ചു. എടോ കിളവാ താൻ, മണിശങ്കർ മുന്നോട്ടാഞ്ഞു. ചുമ്മാ പേടിപ്പിക്കാതെ സാറേ. ആ പെണ്ണ് ഞങ്ങളോട് എല്ലാം പറഞ്ഞു. സാറും മുഖ്യമന്ത്രിയുമൊക്കെ ചേർന്ന് അവളെ നശിപ്പിച്ചത്, അവളുടെ അപ്പനെ കൊന്ന് കടലിൽ കളഞ്ഞത്. വിടത്തില്ല സാറേ ഞങ്ങളൊന്നിനെയും. സാറ് പോയട്ടെ. അവളെ കൊണ്ടുപോയി കൊന്നുകളയാമെന്നുള്ള പൂതി മനസ്സിലിരിക്കട്ടെ. മണിശങ്കർ വിളറിപ്പോയി. എങ്കിലും ഒറ്റക്കുത്തിപ്പിനെ അയാൾ ഹൈദ്രോസിൻ്റെ ബനിയനിൽ കുത്തിപ്പിടിച്ചു. തന്നെ ഞാൻ വിടടോ അയാളെ. പെട്ടെന്ന് വാതിൽക്കൽ നിന്നും ഒരു കത്തുന്ന സ്ത്രീ ശബ്ദം. CI പോലീസുകാരും അങ്ങോട്ട് നോക്കി. ഓർമ്മ. വാതിലിൻ്റെ ഇരുപടികളിലും കൈപിടിച്ചുകൊണ്ട് കത്തുന്ന കണ്ണുകളുമായി അവൾ നിൽക്കുന്നു. തനിക്ക് എന്നെയല്ലേ വേണ്ടത്? ആ പാവത്തിന് വിട്. അറിയാതെ മണിശങ്കറുടെ കൈ അയഞ്ഞു. ഇവൾ ഇങ്ങനെ നിവർന്നു നിൽക്കുന്നോ? മണിശങ്കർക്ക് അത്ഭുതം തോന്നി. ഞാൻ പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾക്ക് തടയണം, എന്നെ ഇല്ലാതാക്കണം, അതല്ലേയുള്ളൂ ഉദ്ദേശ്യം? ഓർമ്മയുടെ ശബ്ദം തീപ്പൊട്ടുകളായി ചീറി വീണു. താൻ ഏതു കൊമ്പത്തെ സർക്കിളാണെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകാൻ നോക്ക്. ഒറ്റ തന്തയ്ക്ക് പിറന്നാനാണെങ്കിൽ കൊണ്ടുപോ. അത് കേട്ടത് CI മുന്നോട്ട് കുതിച്ചു. റഷീദിൻ്റെ കണ്ണുകൾ കുറുകി. നിങ്ങൾ ഈ പെണ്ണോട് കാണിച്ച വീരസാഹിത്യ കൃത്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഇനി ഇവൾ കള്ളം പറഞ്ഞതാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചോളാം. നേരത്തെ സാറ് പറഞ്ഞല്ലോ ഇവൾ ഏതാണ്ട് വലിയ പിടിക്കിട്ടാ പുള്ളിയാണെന്ന്. അതും ഞങ്ങൾ സമ്മതിച്ചു. പക്ഷേ ഇവളെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടോ, ഇവൾ കുറ്റം ചെയ്തതായുള്ള എന്തെങ്കിലും ഒരു തെളിവോ, അതുമല്ലെങ്കിൽ പത്രത്തിൽ ഇവൾക്കെതിരെ വന്ന ഒരു വാർത്തയുടെ കോപ്പിയോ കാണിച്ചാട്ടെ. മണിശങ്കറുടെ കണ്ണുകളിൽ പതർച്ചയുടെ ഒരു ഭാവമുണ്ടായി. ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ ഇവളെ കൊണ്ടുപോകാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ഇല്ലല്ലോ. പെട്ടെന്ന് മണിശങ്കർ റിവോൾവർ വലിച്ചെടുത്ത് റഷീദിൻ്റെ നേരെ ചൂണ്ടി. മാറി നിൽക്കടാ, അല്ലെങ്കിൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഇവളെ ഞങ്ങൾ കൊണ്ടുപോകും. പോലീസ് ഓർമ്മയെ കൊണ്ടുപോകുവാൻ എത്തിയതറിഞ്ഞ് പിന്നെയും ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു. എന്നെ കൊന്നിട്ട് ഇത്രയും ആളുകളെ കടന്ന് നിങ്ങൾക്ക് ഇവളെ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ബാപ്പയ്ക്ക് പിറന്നവനാണെന്ന് ഞാൻ പറയും. റഷീദ് നെഞ്ചു വിരിച്ചു നിന്നു. മണിശങ്കർ സാറേ, വെടിവെക്കല്ലേ, ഞാൻ ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്തോട്ടെ. ഒരു ശബ്ദം. വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ആളിനെ കണ്ടപ്പോൾ മണിശങ്കർ തളർന്നു പോയി. റിപ്പോർട്ടർ സ്റ്റാൻലി. അയാൾ എല്ലാം കാണുകയും കേൾക്കുകയും ഓർമ്മയിൽ നിന്ന് വിവരങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. പത്ര റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിലെ അപകടകാരിയാണ് സ്റ്റാൻലി എന്ന് മണിശങ്കറിനറിയാം. സ്റ്റാൻലി ക്യാമറ നേരെ പിടിച്ചു. ഇനി നിറയൊഴിക്കാം സാർ. നാളത്തെ പത്രത്തിൻ്റെ കവർ പേജിൽ തന്നെ കളർ ഫോട്ടോയായി ഇത് വരികയും ചെയ്യും. കൂടെ ഓർമ്മ പറഞ്ഞ സത്യങ്ങളും. തൻ്റെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നിയ മണിശങ്കർ പെട്ടെന്ന് റിവോൾവർ പിൻവലിച്ചു. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞു. ഞാൻ തോറ്റു മടങ്ങുകയാണെന്ന് കരുതണ്ട. 2 മണിക്കൂറിനുള്ളിൽ ഇവളെ ഞാൻ പൊക്കിയിരിക്കും. ആളുകളെ തള്ളിമാറ്റി CIയും പോലീസുകാരും ജീപ്പിനടുത്തേക്ക് നടന്നു. ഒന്ന് നിന്നേ സാറേ. ഓർമ്മയുടെ ശബ്ദം പിന്തുടർന്നെത്തിയപ്പോൾ മണിശങ്കറുടെ കാലുകൾ നിശ്ചലമായി. എന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ അങ്ങോട്ട് വരും. പക്ഷേ അപ്പോൾ നിങ്ങളൊക്കെ ഓടി ഒളിക്കാൻ സ്ഥലം നോക്കി വെച്ചോളൂ. ഒന്നും മിണ്ടാതെ പോലീസ് സംഘം ജീപ്പിൽ കയറി പാഞ്ഞുപോയി. ആളുകൾ അവരെ കൂകി വിളിച്ചു. അത് കണ്ട് റിപ്പോർട്ടർ സ്റ്റാൻലി പറഞ്ഞു. അവർ മടങ്ങിപ്പോയി എന്ന് കരുതി സന്തോഷിക്കാൻ നേരമായിട്ടില്ല. ആളുകൾ നിശബ്ദരായി സ്റ്റാൻലിയുടെ ശബ്ദത്തിന് കാതോർത്തു. പോലീസ് ഇനിയും വരും. അത് ഇങ്ങനെ കുറച്ച് പേർ ആയിരിക്കില്ല. ആരുടെയൊക്കെ ജീവനെടുക്കേണ്ടി വന്നാലും കൊടുക്കേണ്ടി വന്നാലും അവർക്ക് ഓർമ്മയെ കിട്ടിയേ മതിയാകൂ. ഇവളാണ് ഈ സർക്കാരിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത്. തുലാസ് പോലെ ആടാൻ തുടങ്ങിയിരിക്കുന്നു സർക്കാർ. കൂടുതൽ പോലീസ് വന്നാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്രയും വേഗം പോലീസിൻ്റെ കണ്ണെത്താത്ത ഒരിടത്തേക്ക് ഇവളെ മാറ്റണം. അപ്പോഴേക്കും ഞാൻ ഈ വാർത്ത പത്രം ഓഫീസിൽ എത്തിക്കട്ടെ. മാത്രമല്ല ഇനി പോലീസ് വരുന്നതിന് മുമ്പ് മറ്റു ചിലത് കൂടി നമുക്ക് ചെയ്തു തീർക്കണം. അവർ പ്രതീക്ഷിക്കാത്തത്. സ്റ്റാൻലി തൻ്റെ ആശയം അവരോട് പറഞ്ഞു. CI മണിശങ്കർ ഓർമ്മയെ കസ്റ്റഡിയിലെടുത്തു എന്ന വാർത്ത കേൾക്കുവാൻ ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വരുണൻ. പക്ഷേ മണിശങ്കർ അറിയിച്ച വാർത്ത അയാളെ കുടുക്കി. അല്പനേരത്തേക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല വരുണന്. സ്റ്റാൻലിക്ക് മാത്രമേ ആ ന്യൂസ് കിട്ടുകയുള്ളൂ എന്ന് ഉറപ്പല്ലേ മനു? യെസ് സർ. അയാൾ അത് മറ്റ് പത്രക്കാർക്കൊന്നും കൊടുക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. സെൻസേഷൻ മറ്റ് പത്രങ്ങൾക്ക് കിട്ടുവാൻ ഒരിക്കലും സ്റ്റാൻലി ആഗ്രഹിക്കില്ല. ആ നിലയ്ക്ക് 1-2 ദിവസത്തേക്ക് നമുക്ക് ആ വാർത്തയ്ക്ക് തടയിടാം. പക്ഷേ കൂടുതൽ പേർ അറിയും മുൻപ് ഓർമ്മയെ കസ്റ്റഡിയിലെടുക്കണം. കൂടുതൽ ഫോഴ്സിനെ പൂന്തറയിലേക്ക് അയക്കാം. അതിനു മുമ്പ് ഞാൻ ഹോം മിനിസ്റ്ററുമായി ഒന്ന് സംസാരിച്ചിട്ട് തന്നെ അങ്ങോട്ട് വിളിക്കാം. ശരി സാർ. വരുണൻ ഹോം മിനിസ്റ്റർ CK ജയറാമിൻ്റെ സെൽ നമ്പറുകളിൽ വിരലുകൾ കുത്തി. പക്ഷേ മറുപടി ഇതായിരുന്നു. നിങ്ങൾ ഡയൽ ചെയ്ത നമ്പറുള്ള ഫോൺ ഇപ്പോൾ ഓഫ് ചെയ്ത് വച്ചിരിക്കുകയോ റേഞ്ചില്ലാത്ത സ്ഥലത്തോ മറ്റോ ആയിരിക്കാം. കമ്പ്യൂട്ടറിലെ കിളിനാദം. വരുണന് കോപം വന്നു. ജയറാം തലസ്ഥാനത്ത് തന്നെയുണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് കഴിവേറുമോൻ എന്തു കാണിക്കുക? ഇതേ സമയം തൻ്റെ സ്ത്രീ സേവിക്കുള്ള സ്ഥിരം താവളത്തിൽ തന്നെയുണ്ടായിരുന്നു ജയറാം. പരിപൂർണ്ണ നഗ്നനായി പട്ടുമേത്തയിൽ മലർന്ന് കിടക്കുകയായിരുന്ന അയാളുടെ മുകളിൽ കുത്തിയിരുന്നത് കുതിരസവാരി നടത്തുകയായിരുന്നു പഞ്ചമി.
ചലനത്തിനനുസരിച്ച് അവളുടെ മാറിടങ്ങളുടെ ഇളക്കം കൗതുകത്തോടെ നോക്കുകയായിരുന്നു ജയറാം. തൻ്റെ കയ്യിൽ വന്നു ചേർന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആയുള്ളെങ്കിലും താൻ പഠിപ്പിച്ച ബാലപാഠങ്ങൾ അതേപോലെ തന്നെ ഇവൾ ഉൾക്കൊണ്ടിരിക്കുന്നു. മാറിടങ്ങൾക്ക് ഒന്നുകൂടി മുഴുപ്പും മിനുപ്പും ഉണ്ടായതുപോലെ നല്ല ആവേശമുള്ള പെണ്ണ്. എത്ര ഓടിയാലും ക്ഷീണിക്കാത്ത കുതിരയാണിവൾ. ജോലി വാഗ്ദാനം എന്ന ചങ്ങല താൻ ഇവളുടെ കഴുത്തിൽ അണിയിച്ചിരിക്കുന്നിടത്തോളം കാലം തൻ്റെ കസ്റ്റഡിയിൽ നിന്നും ഇവൾ പോകില്ല. മദനക്കലകൾ മുഴുവൻ ഇവൾക്കിപ്പോൾ അറിയാം. തൻ്റെ മുഖം ഒന്ന് മങ്ങിയാൽ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നതിൻ്റെ പൊടിക്കൈകളും ഇവൾ സ്വായത്തമാക്കിയിരിക്കുന്നു. ഒരു ജോലിക്ക് വേണ്ടി പഞ്ചമി കാണിക്കേണ്ടി വരുന്ന ഓരോ കൂത്തുകളെ. പക്ഷേ അവളുടെ ഉള്ളം ഉമ്മിക്കണക്കെ നീറുകയായിരുന്നു. അവിടെ തിളങ്ങുന്ന തീ അയാൾ കണ്ടില്ല. അവസാനം തളർന്ന് അയാളുടെ നെഞ്ചിലേക്ക് തന്നെ അവൾ വീണു. മുഴുത്ത മാറിടങ്ങൾ നെഞ്ചിൽ അമർന്നു. പഞ്ചമി, അയാൾ വിളിച്ചു. അവൾ മൂളി. നീ മിടുക്കിയ, ഇത്രയും ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ. അല്പം കഴിഞ്ഞ് അവൾ ചോദിച്ചു, സാറേ, എൻ്റെ ജോലിക്കാര്യം? ഞാനുള്ളപ്പോൾ അതിന് ഏതാണ്ട് ബുദ്ധിമുട്ടുണ്ടോ പെണ്ണേ? ജോലി കിട്ടിയാൽ പിന്നെ എന്നെ ഇങ്ങനെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതാരാ? അയാൾ നാവ് നീട്ടി അവളുടെ കുജാഗ്രത്തിൽ ഊറി നിന്ന വിയർപ്പ് നുണഞ്ഞു. അപ്പോൾ സാറിന് എന്നെ മടുക്കുന്നതുവരെ ജോലി വാങ്ങിത്തരില്ലേ? ഇതും ഒരു ജോലിയല്ലേ പെണ്ണേ? മന്ത്രിക്ക് വേണ്ടി പണിയെടുക്കുന്നു. നീയും സർക്കാർ ഉദ്യോഗസ്ഥ തന്നെ. പഞ്ചമിയുടെ കണ്ണുകളിൽ വീണ തീപ്പൊരി അയാൾ കണ്ടില്ല. അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു. നീ അവിടെ കിടക്ക്, ഇതൊരു പ്രത്യേക സുഖമാ. അവൾ അനുസരിച്ചു. അതിനിടെ അയാൾ പറഞ്ഞു, പഞ്ചമി, നാളെ കുറച്ച് നേരത്തെ വരണം. എൻ്റെ ഒരു സുഹൃത്തു കൂടി ഇവിടെ കാണും. അവന് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. പഞ്ചമിയുടെ തലച്ചോറിനുള്ളിൽ കൊടുങ്കാറ്റിരമ്പി. പലരും പറഞ്ഞത് സത്യമാണ്. ജോലിക്കെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ വശീകരിച്ച് ഇയാൾ കാര്യം കാണും. പിന്നെ പലർക്കും പങ്കുവയ്ക്കും. അതിൻ്റെ ഒരു ഏജൻറ്റാണ് ഇപ്പോൾ പുറത്തെ മുറിയിൽ ഇരിക്കുന്ന തങ്കമണി. എന്തായാലും തൻ്റെ കാര്യത്തിൽ ഇയാൾക്ക് തെറ്റാൻ പോകുന്നു. അവൾ എഴുന്നേറ്റു. ദാഹിക്കുന്നു സാറേ, പോയി വെള്ളം കുടിച്ചിട്ട് വാ. ഒരു ടർക്കി എടുത്ത് നെഞ്ചിൽ ചുറ്റുകൊണ്ട് അവൾ അപ്പുറത്തെ മുറിയിൽ പോയി ഫ്രിഡ്ജ് തുറന്നു. ഒരു കുപ്പി ബെയറെടുത്ത് ഓപ്പൺ ചെയ്ത് താൻ നേരത്തെ കരുതിയിരുന്ന വെളുത്ത പൊടി അതിൽ വിതറി. 2 ഗ്ലാസുകളിൽ ബിയർ പകർന്ന് അവൾ എത്തി. മന്ത്രി അരക്കെട്ടിലേക്ക് ഒരു ഷീറ്റ് വലിച്ചിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. ആഹാ മിടുക്കി, നീയും ബിയർ കുടിക്കാൻ തുടങ്ങിയോ? ഒരു ഗ്ലാസ് അയാൾക്ക് നൽകിയിട്ട് അവൾ പറഞ്ഞു, ഇതെനിക്കല്ല, പിന്നെ പാവം തങ്കമണി ചേച്ചി പുറത്തിരിക്കുകയല്ലേ, വിളിച്ചു കൊടുക്കാം. മന്ത്രിക്ക് അതിൽ എതിർപ്പില്ലായിരുന്നു. അവൾ വാതിൽ തുറന്ന് തങ്കമണിയെ അകത്തേക്ക് വിളിച്ചു. അവൾ അകത്തെത്തിയ ഉടനെ വാതിലടച്ചു. 50 വയസ്സ് വരും തങ്കമണിക്ക്, പക്ഷേ 40-ൽ കൂടുതൽ തോന്നിക്കില്ല. കുറ്റിച്ച ശരീരം, കൈകളിലും മുഖത്തുമൊക്കെ രോമങ്ങളുണ്ട്. ആഹാ, ഈ പെണ്ണിൻ്റെ നാണമൊക്കെ അങ്ങ് പോയോ ജയറാം സാറേ? പഞ്ചമിയൊന്ന് നോക്കിയിട്ട് തങ്കമണി തിരക്കി. തങ്കമണിയുടെ സെലക്ഷനല്ലേ, മോശമാവില്ലല്ലോ. അയാൾ ചിരിച്ചു. ഇത് കുടിക്ക് ചേച്ചി. പഞ്ചമി ബിയർ അവൾക്ക് കൊടുത്തു. ആരത്തിയോടെ തങ്കമണി അത് കുടിച്ചു. മന്ത്രിയും അപ്പോഴേക്കും കുടിച്ചു കഴിഞ്ഞിരുന്നു. കുപ്പിയിൽ ബാക്കിയുണ്ടായിരുന്നത് 2 പേർക്കുമായി അവൾ വീണ്ടും ഒഴിച്ചു കൊടുത്തു. എന്തോ ഒരു ചവർപ്പ് കൂടുതൽ. ഗ്ലാസ് തിരിച്ചു കൊടുക്കുന്നതിനിടയിൽ തങ്കമണി പറഞ്ഞു. 2 പേരുടെയും ഗ്ലാസുകൾ വാങ്ങിക്കൊണ്ടുപോയി പഞ്ചമി കഴുകി വെച്ചു. കുപ്പിയും കഴുകി. പിന്നെ തിരികെ വന്നപ്പോൾ മന്ത്രി നെഞ്ചിൽ സ്വയം തടവുന്നു. എന്താ സാറേ? ഒരു എരിച്ചിൽ. നേരാ, ആ ബിയർ കുടിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അങ്ങനെ തോന്നുന്നു, തങ്കമണിയും പറഞ്ഞു. ഇനി ചാകാനും മറ്റോ ആണോ? ചിരിച്ചുകൊണ്ട് പഞ്ചമി തിരക്കി. 2 പേരും ഞെട്ടലോടെ അവളെ നോക്കി. പഞ്ചമി അപ്പോഴും ചിരിച്ചു, ഉച്ചത്തിൽ. ഇങ്ങനെയൊന്നും പറയരുത് പെണ്ണേ, എപ്പോഴാണ് നാക്ക് പരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല, തങ്കമണി കുറ്റപ്പെടുത്തും പോലെ പഞ്ചമിയോട് പറഞ്ഞു. അതിന് മറുപടി പറയാതെ അവൾ ബാത്റൂമിലേക്ക് പോയി വേഗത്തിൽ മേൽ കഴുകി ഡ്രസ്സ് ചെയ്തു. മന്ത്രിക്കും തങ്കമണിക്ക് നെഞ്ചരിച്ചിൽ കൂടിയിരുന്നു. ഇച്ചിരി വെള്ളം ഇങ്ങ് എടുത്തോണ്ട് വാ പെണ്ണേ. എണീക്കാൻ നോക്കിയിട്ട് അതിന് കഴിയുന്നുമില്ല, തങ്കമണി വിവശതയോടെ പറഞ്ഞു. ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു ഹോം മിനിസ്റ്റർ CK ജയറാമിൻ്റെ ഈ അവസ്ഥ. അല്ലെങ്കിലും നിങ്ങൾക്കിനി എഴുന്നേൽക്കാൻ കഴിയില്ല. ഞാൻ വെള്ളം തരാനും പോകുന്നില്ല, പഞ്ചമി പറഞ്ഞു. ഇരുവരും വേവലാതിയോടെ അവളെ നോക്കി. ഒരു കസേര വലിച്ചിട്ട് അവളിരുന്നു. തങ്കമണി ചേച്ചി, എന്നെപ്പോലെ ഇല്ലായ്മയിൽ വട്ടം തിരിയുന്ന ഒത്തിരി പെൺകുട്ടികളെ നിങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഈ മന്ത്രിയുടെ കാമപ്പേക്കുത്തുകൾക്ക് ഇരയാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നീട് മന്ത്രി അവരുടെ സുഹൃത്തുക്കൾക്കും പെൺകുട്ടികളെ പങ്കിട്ട് കൊടുക്കും. പിന്നെ ഏതെങ്കിലും വേശ്യ തെരുവുകളിലേക്ക് അവർ വലിച്ചിഴക്കപ്പെടും. ഏതായാലും എനിക്ക് ഇയാൾ ജോലി തരാൻ പോകുന്നില്ലെന്ന് ഉറപ്പായി. മറ്റ് പെൺകുട്ടികളെപ്പോലെ ജീവിതകാലം മുഴുവൻ ഒരു വേശ്യയായി കഴിയാൻ എനിക്ക് മനസ്സുമില്ല. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് 2 പേർക്കും തന്ന ബിയറിൽ ഞാൻ വിഷം ചേർത്തിരുന്നു. മഹാപാപി, തങ്കമണി പറഞ്ഞതും രക്തം ഛർദ്ദിച്ചുകൊണ്ട് തറയിലേക്ക് മറിഞ്ഞതും ഒന്നിച്ചായിരുന്നു. അവിടെ കിടന്ന് അവൾ പുളഞ്ഞു. മന്ത്രിക്കാണെങ്കിൽ നാവ് അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പഞ്ചമി എണീറ്റു. പോട്ടെ ജയറാം സാർ, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിന് തന്നെ ഞാൻ അപമാനമായി പോകും. സംതൃപ്ത ഭാവത്തിൽ ഒന്ന് ചിരിച്ചിട്ട് പഞ്ചമി ബാഗും കുടയുമെടുത്ത് പുറത്തേക്ക് നടന്നു. ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ കിട്ടാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി വരണൻ ഒന്ന് തീരുമാനിച്ചു. DGPയെ വിളിച്ച് പൂന്തറയിലേക്ക് പോലീസിനെ അയക്കാൻ പറയുക. അതിനായി നമ്പർ അമർത്തും മുമ്പ് DGP ഇങ്ങോട്ട് വിളിച്ചു. സാർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഹോം മിനിസ്റ്ററെ എറണാകുളത്ത് വെച്ച് ട്രെയിനിൽ കയറി വെടിവെച്ച സംഭവം ഒരു നാടകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഗുണ്ടകൾ തന്നെ ചെയ്തതാണിത്, അദ്ദേഹം പറഞ്ഞിട്ട്. വാട്ട്? വരുൺ ഞെട്ടിപ്പോയി. യെസ് സാർ, എറണാകുളം പോലീസ് വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്തവരാണ് ചോദ്യം ചെയ്യലിനിടയിൽ ഇത് സമ്മതിച്ചത്.
വ്യക്തമായി പറയടോ. CM തളർന്നുപോയി. DGP കാര്യങ്ങൾ വ്യക്തമാക്കി. രാജ്യസഭാ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാനും എതിർപ്പ് ഗ്രൂപ്പുകാരുടെയും പ്രതിപക്ഷക്കാരുടെയും മുഖങ്ങളിൽ കരുത്തേക്കാനും അതിലൂടെ തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുമാണ് മിനിസ്റ്റർ അങ്ങനെ ചെയ്തതെന്ന് അറസ്റ്റിലായവർ സമ്മതിച്ചിട്ടുണ്ട്. അല്പനേരം ശബ്ദിക്കാനായില്ല വരുണന്. പിന്നെ പറഞ്ഞു, തൽക്കാലം ഈ ന്യൂസ് ഫ്ലാഷ് ചെയ്യരുത്. അത് എറണാകുളത്ത് നിന്ന് തന്നെ ലീക്കായി സാർ. പ്രതിപക്ഷം അവിടെ ബഹളം തുടങ്ങിക്കഴിഞ്ഞു. തളർന്നു പോയി വരുണൻ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് തൻ്റെ ആഭ്യന്തരമന്ത്രി എവിടെ പോയടോ? കുറേ നേരമായി ഞാൻ അദ്ദേഹവുമായി സെൽഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. കിട്ടുന്നില്ല സാർ. ആഹാ, അയാൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. മറ്റൊരു പ്രധാന കാര്യമുണ്ട്. വേണ്ടത്ര ഫോഴ്സിനെ പൂന്തറയിലേക്ക് അയക്കണം. അവിടെ ഷെൽട്ടർ തീർത്തിരിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെയും കസ്റ്റഡിയിലെടുക്കണം. ഓർമ്മയെക്കുറിച്ച് പലതും മറച്ചുവെച്ച് വരുണൻ അയാളോട് പറഞ്ഞു. ശരി സാർ. സംതൃപ്തമായ മനസ്സോടെ വരുണൻ റിസീവർ വെച്ചു. പൂന്തുറ. നീല ചായമടിച്ച 4 വലിയ പോലീസ് വണ്ടികളും ഏതാനും ജീപ്പുകളും അവിടെ വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്നും സായുധധാരിയായ പോലീസ് ചാടിയിറങ്ങി. പെട്ടെന്ന് എവിടെ നിന്നൊക്കെയോ TV റിപ്പോർട്ടർമാരും ഫോട്ടോഗ്രാഫർമാരും അവർക്ക് മുന്നിലെത്തി. പോലീസുകാർ വാഹനങ്ങളിൽ നിന്നിറങ്ങുന്നതിൻ്റെ ചിത്രങ്ങൾ മുതൽ അവരെടുത്തു തുടങ്ങി. പോലീസുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന CI മനുശങ്കറുടെ നെറ്റിച്ചുളിഞ്ഞു. ഓർമ്മയെ തങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നത് ഇവർ വീഡിയോയിൽ പകർത്തിയാൽ അത് കുഴപ്പമാകുമല്ലോ. നിങ്ങൾക്കിപ്പോൾ എന്താണിവിടെ കാര്യം? എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ അത് ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കുമായിരുന്നല്ലോ. അയാൾ അവരോട് സംസാരിച്ചു. അങ്ങനെ സാറന്മാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞങ്ങൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്നതാ. അവരുടെ ശബ്ദത്തിൽ പരിഹാസത്തിൻ്റെ മുനയുണ്ടോ? മനുശങ്കർക്ക് അങ്ങനെ തോന്നി. എങ്കിൽ നല്ലത്. പക്ഷേ ഞങ്ങളുടെ ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. താക്കിയതുപോലെയായിരുന്നു ആ ശബ്ദം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ പോലീസുകാർ പൂന്തറയിലെ വീടുകളിലേക്ക് ഇരച്ചു കയറി. നല്ലൊരു ചെറുത്തുനിൽപ്പ് അവർ പ്രതീക്ഷിച്ചിരുന്നതിനാൽ കരുതലിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാ വീടുകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇറങ്ങി മുറ്റത്തു നിന്നു. അത് കണ്ടപ്പോൾ മനുശങ്കർ നെറ്റിച്ചുളിച്ചു. ഓർമ്മ പുറത്തേക്ക് രക്ഷപ്പെടാതിരിക്കുവാൻ മഫ്തിയിൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുമുണ്ടായിരുന്നു. പുരുഷന്മാർ പോലും പൂന്തറയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടില്ലെന്നാണ് അവരിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. സാറന്മാർ എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞുവെച്ച് പോയട്ടെ. പെട്ടിയിലും പാട്ടയിലുമൊക്കെ വച്ചിരിക്കുന്ന ചില്ലറത്തുട്ടുകൾ മോഷ്ടിക്കാണ്ടിരുന്നാൽ മതി, സ്ത്രീകൾ വിളിച്ചു പറഞ്ഞു. പോലീസ് അത് കേട്ടതായി ഭാവിച്ചില്ല. അനാവശ്യമായ ഒരു മറുപടി മതി അവിടെ തീപ്പൊരിയായി പറന്നു വീഴാനെന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ വെടിവെച്ചാൽ പോലും രംഗം ശാന്തമായില്ലെന്ന് വരും. DGP അക്കാര്യം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പോലീസ് എല്ലാ വീടുകളിലും കയറിയിറങ്ങി. പക്ഷേ ഓർമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ ഇവിടെ ഉണ്ടായിരുന്ന പെണ്ണെവിടെ? മനുശങ്കർ ഹൈദ്രോസിനോട് തിരക്കി. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ അവിടേക്ക് ഫോക്കസ് ചെയ്തു. മുഖ്യമന്ത്രിയും സാറും എല്ലാം കൂടെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞ പെണ്ണല്ലേ? ഓൾ പോയി പത്രസമ്മേളനം നടത്താൻ. മനുശങ്കർ ഞെട്ടി. ഇനി അവൾ പത്രസമ്മേളനം നടത്തിയില്ലെങ്കിൽ തന്നെ ഇത്രയും പത്രക്കാരും TVക്കാരും കേൾക്കെയാണ് ഈ കിളവൻ സംസാരിക്കുന്നത്. അത് കൂടുതൽ കുഴപ്പമാകും. സംഗതി നാറ്റക്കേസാവും. ഇനി ഒന്നും ചോദിക്കേണ്ടെന്ന് തന്നെ അയാൾ തീരുമാനിച്ചു. ഇയാളെ കസ്റ്റഡിയിലെടുത്താൽ തത്ത പറയും പോലെ എല്ലാം പറയിപ്പിക്കാൻ തനിക്കറിയാം. പക്ഷേ അപ്പോൾ മാധ്യമപ്രവർത്തകർ ഹൈദ്രോസിനോട് തിരക്കി. എന്താ ഇക്ക പറഞ്ഞത്? ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. മറുപടി പറഞ്ഞത് മനുശങ്കറാണ്. കൂടുതലൊന്നും മനസ്സിലാക്കണ്ട, നിങ്ങൾ പോകണം. അത് സാറ് തീരുമാനിച്ചാൽ പോരല്ലോ. ഞങ്ങൾക്ക് ഈ മനുഷ്യനിൽ നിന്നും പലതും അറിയാനുണ്ട്. നടക്കില്ല. പോലീസ് മാധ്യമപ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നു എന്നൊരു പരാതി സ്ഥിരമുള്ളതാ. അത്തരം ഒന്നുകൂടി ഉണ്ടാക്കല്ലേ. ഭീഷണിയാണോ? അതെ. അവിടെ വാക്കേറ്റമായി. ഇതിനിടെ ഹൈദ്രോസ് മുങ്ങി. പത്രക്കാരും മറ്റും അത് കണ്ടു. അവർ പിൻവാങ്ങി. പോലീസ് ഹൈദ്രോസിനെ തപ്പിയെങ്കിലും കിട്ടിയില്ല. അവർ മടങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരോട് മറ്റൊരിടത്തിരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ഹൈദ്രോസ്. ആഭ്യന്തരമന്ത്രിയും തലസ്ഥാനത്തെ പ്രധാന അഭിസാരിക തങ്കമണിയും ഒരു മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ. വാർത്തയറിഞ്ഞ് സകലരും അമ്പരന്നു. മന്ത്രിയുടെ ഡ്രൈവറാണ് ആദ്യം ഇക്കാര്യം പോലീസിൽ വിളിച്ചു പറഞ്ഞത്. പാങ്ങോട്ടുള്ള ഒരു വീട്ടിൽ മന്ത്രിയെ കൊണ്ടാക്കിയ ശേഷം അവിടെ നിന്ന് മടങ്ങിയ ഡ്രൈവർ മന്ത്രി മടങ്ങിച്ചെല്ലാൻ പറഞ്ഞ നേരത്ത് ചെന്നു. പുറത്തെങ്ങും ആരെയും കാണാഞ്ഞ് തുറന്നു കിടന്നിരുന്ന വാതിൽ ഏറെ നേരം കാത്തിരുന്നു. അവസാനം അകത്ത് കയറി നോക്കിയപ്പോഴാണ് അയാൾ ഈ രംഗം കണ്ടത്. പോലീസും മാധ്യമക്കാരും പാങ്ങോട്ടേക്ക് കുതിച്ചു. കടലിലൂടെ സാവധാനം നീങ്ങുകയായിരുന്നു ആ ഫിഷിംഗ് ബോട്ട്. അതിൽ റഷീദും ഓർമ്മയും ഉണ്ടായിരുന്നു. എനിക്ക് ഒരിടത്തു നിന്നും നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല റഷീദെ, ഓർമ്മ പറയുകയായിരുന്നു. പോലീസും നിയമവുമൊക്കെ സർക്കാരിൻ്റെ കൂടെയല്ലേ നിൽക്കൂ. എന്നെ കണ്ടാൽ അവരിനി വച്ചേക്കില്ല. എങ്കിലും നമുക്കൊന്ന് ശ്രമിക്കാമല്ലോ, റഷീദ് പറഞ്ഞു. വേണ്ട. പൂന്തറയിൽ പുതിയൊരു കലാപത്തിന് അത് വഴിയൊരുക്കും. നിരപരാധികളെ പോലീസ് തല്ലിച്ചതയ്ക്കും. വേണ്ട. ഞാൻ കാരണം അങ്ങനെയൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ മറ്റൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ചോദ്യഭാവത്തിൽ അവൻ അവളെ നോക്കി. പറയാം. എനിക്ക് റഷീദിൻ്റെ സഹായം വേണം. ഞാൻ ഒരുക്കമാ. എങ്കിൽ സന്ധ്യയ്ക്ക് നമുക്ക് കരയിലെത്തണം. എനിക്ക് ചീഫ് മിനിസ്റ്ററോട് ഫോണിൽ സംസാരിക്കണം. പിന്നെ ചില അത്യാവശ്യ സാധനങ്ങൾ റഷീദ് എനിക്ക് സംഘടിപ്പിച്ച് തരണം. ഒന്നും പിടികിട്ടിയില്ലെങ്കിലും അവൻ തലകുലുക്കി. ആഭ്യന്തരമന്ത്രിയുടെ അപ്രതീക്ഷിത മരണവും നാണക്കേടും തൻ്റെ മന്ത്രിസഭയുടെ മേൽ പതിക്കപ്പെട്ട കരിനിഴലിൽ ഉത്കണ്ഠപ്പെടുന്നതിനൊപ്പം ഓർമ്മയെക്കുറിച്ചുള്ള ചിന്തകളും ചീഫ് മിനിസ്റ്റർ വരുണനെ അലട്ടുന്നുണ്ടായിരുന്നു. പത്രക്കാരുടെ ചോദ്യങ്ങളിൽ നിന്നും വല്ലവിധാനയും തലയൂരി കാറിൽ കയറിയപ്പോഴാണ് CI മനുശങ്കർ അങ്ങോട്ട് ഒരു മൊബൈൽ ഫോണുമായി ഓടിയെത്തിയത്. സാർ. അയാൾ ഫോൺ നീട്ടി. ചോദ്യഭാവത്തിൽ മനുശങ്കർ ഒന്ന് നോക്കിയിട്ട് ചീഫ് മിനിസ്റ്റർ ഫോൺ വാങ്ങി കാതോട് ചേർത്തു. യെസ് സാറേ, ഞാൻ
ഓർമ്മയാ ശേഖരൻ്റെ മകൾ. വരുണൻ ഒന്ന് ഞെട്ടി. ഡ്രൈവർ കേൾക്കും എന്നുള്ളതിനാൽ ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. അയാൾ കാറിൽ നിന്നിറങ്ങി അല്പം അകന്നു മാറി നിന്നു. നിനക്ക് എന്ത് വേണം? പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്ക് രണ്ടു കൂട്ടർക്കും പ്രയോജനമുള്ള കാര്യമാണ്. അയാൾ കാതുകൾ കൂർപ്പിച്ചു. ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ മന്ത്രിസഭ വീഴും. സംശയമുണ്ടോ? ഇല്ല. പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? നിങ്ങളെക്കാൾ വലിയ ക്ഷുദ്രജീവികൾ ആ കസേരകളിലെത്തും. ബി പ്രാക്ടിക്കൽ. അതുകൊണ്ട് ഞാൻ മറ്റൊന്ന് തീരുമാനിച്ചു. എനിക്ക് ജീവിക്കണം. നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നു. ഇനി എനിക്ക് ആരുമില്ല. അതുകൊണ്ട് ജീവിക്കാൻ എനിക്ക് പണം വേണം. എൻ്റെ നഷ്ടപ്പെട്ട കന്യാത്വത്തിൻ്റെ നഷ്ടപരിഹാരമാണെന്ന് വേണമെങ്കിലും കൂട്ടിക്കോളൂ. അല്ലെങ്കിൽ ഇത് പുതിയൊരു റോബറിയാണെന്ന് കരുതിക്കോളൂ. നിങ്ങൾ എന്തു പറയുന്നു? തള്ളി വന്ന സന്തോഷം ഉള്ളിലൊതുക്കി വരുണൻ അറിയിച്ചു. നീ തന്നെ പറഞ്ഞോളൂ. ഞാൻ അങ്ങനെ ചെയ്യാം. താങ്ക്സ്. അവളുടെ ചിരി ഫോണിലൂടെ ഒഴുകിയെത്തി. എൻ്റെ ശരീരം പങ്കുവച്ച ഓരോരുത്തരും എനിക്ക് 5 ലക്ഷം രൂപ വീതം തരണം. 10 പേർ 50 ലക്ഷം രൂപ. അത് കൂടുതലല്ലേ? വരുണൻ വെറുതെ അങ്ങനെ ചോദിച്ചതാണ്. എങ്കിൽ നമുക്ക് ഈ ബിസിനസ് ഇവിടെ വെച്ച് നിർത്താം. വേണ്ട, ഞങ്ങൾ പണം തരാം. എപ്പോൾ? ഇന്ന് രാത്രി തന്നെ. ഓക്കെ. എല്ലാവരെയും എനിക്ക് കാണണം. ഓരോരുത്തരും നേരിട്ട് അവരുടെ വീതം തരണം. ആ കെട്ടിടത്തിലേക്ക് തന്നെ ഞാൻ വരും. ഒറ്റയ്ക്ക്. അവിടെ എത്താനുള്ള വഴി പറഞ്ഞതാ. വരുണൻ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, നീ മനുഷ്യരുടെ കൂടെ വന്നാൽ മതി. എവിടെ നീ നിൽക്കുമെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ എത്തും. വേണ്ട, അയാളെ എനിക്ക് വിശ്വാസമില്ല. അവസാനം വരുണൻ വഴി പറഞ്ഞു കൊടുത്തു. ഓക്കെ, രാത്രി 11 മണിയോടെ ഞാൻ അങ്ങെത്തും. ഫോൺ കട്ടായി. CM വിജയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് ഫോൺ മനുശങ്കർക്ക് നൽകി. അവൾ നഷ്ടപരിഹാരത്തിന് വരുമടാ. വരട്ടെ. അവൾ പിന്നെ പുറത്തു പോകില്ല. മനുശങ്കറും ചിരിച്ചു. സമയം രാത്രി 11 മണി. വട്ടപ്പാറയിലെ ആ കൂറ്റൻ കെട്ടിടത്തിന് മുന്നിൽ എല്ലാവരും ഉണ്ടായിരുന്നു. മനുശങ്കർ ഉൾപ്പെടെ അന്ന് ഓർമ്മയെ ആക്രമിച്ച 10 പേരും. എല്ലാവരും നന്നായി മിനുങ്ങിയിരുന്നു. ഇന്ന് ഒരാഘോഷം കൂടി. അവൾ നമ്മളെക്കൊണ്ട് അത് നടത്തിച്ചേ അടങ്ങുന്നു വെച്ചാൽ നമ്മളായിട്ട് മുടക്കം പറയരുതല്ലോ. പാർട്ടി ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ ചിരിച്ചു. ഇനി അവളും വരാതിരിക്കുമോ? മനുശങ്കർക്ക് സംശയം. താൻ കരിനാക്ക് വളച്ചൊന്നും പറയണ്ട. വരുണൻ ശാസിച്ചു. അപ്പോൾ ഗേറ്റിന് പുറത്ത് ഒരു ഓട്ടോ വന്നു നിന്നു. ഓർമ്മ ഇറങ്ങി. ഓട്ടോ മടങ്ങിപ്പോയി. വാച്ചർ അവൾക്ക് ഗേറ്റ് തുറന്നു കൊടുത്തു. വരുന്നുണ്ട് സാർ. അവൾ കെട്ടിടത്തിൻ്റെ വാതിൽക്കൽ നിന്നിരുന്ന വാച്ചർ വന്നറിയിച്ചു. ഒറ്റയ്ക്കുള്ളോ? വരുണൻ തിരക്കി. ഉള്ളൂ. ആ വരട്ടെ, താൻ പോയിക്കോ. വാച്ചർ പിൻവാങ്ങി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഓർമ്മ കയറി വന്നു. സൽവാർ കമ്മീസാണ് വേഷം. എല്ലാവരും വന്നിട്ട് ഒത്തിരി നേരമായോ? അവരെ നോക്കി അവൾ തിരക്കി. ഇല്ലില്ല. അണപ്പല്ലുകൾ കടിച്ചമർത്തി അവർ ചിരിച്ചു. ഇര ഇങ്ങനെ മുന്നിലെത്തുന്നത് അത്ഭുതം തന്നെയാണല്ലോ. പിന്നിൽ വാതിലടഞ്ഞത് അവൾ ശ്രദ്ധിച്ചില്ല. അവർക്ക് നടുവിൽ അവൾ നിന്നു. എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഞങ്ങൾക്കും പണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അവർ എഴുന്നേറ്റ് അവൾക്ക് ചുറ്റും നിന്നു. അവിടെ ട്യൂപ്പയിൽ നിന്ന് മദ്യക്കുപ്പിയും ഗ്ലാസും എടുത്ത അവൾ ഒരു ഗ്ലാസ് നിറയെ മദ്യം ഒഴിച്ച് ഒറ്റ വലിക്ക് അകത്താക്കി. അന്നനാള് എരിഞ്ഞമർന്നിട്ടും അവൾക്ക് ചലനമില്ല. CM മറ്റും മുഖാമുഖം നോക്കി. അവർ അവളുടെ ശരീരത്തിന് ചുറ്റും ഒരു വലയമായി നിന്നു. അവൾ വശ്യമായി ചിരിച്ചു. ഒന്നുകൂടി പഴയ രാത്രി ആവർത്തിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. സുരേന്ദ്രനാണ് പറഞ്ഞത്. എങ്കിൽ തുടങ്ങാം. പണം പിന്നെ മതി. കുഴഞ്ഞു വരുന്ന ശബ്ദത്തിൽ അവൾ പറയുകയും സൽവാറിൻ്റെ ടോപ്പ് അഴിച്ചു മാറ്റുകയും ചെയ്തു. സർവരും അമ്പരന്ന് പോയി. പക്ഷേ അടുത്ത നിമിഷം അവർ ഞെട്ടിവിറച്ചു. അവളുടെ ശരീരത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന ബോംബുകൾ. അവർ ഞെട്ടി പിന്നോട്ടകലാൻ നേരം അവൾ പറഞ്ഞു. ഒറ്റയാളും അനങ്ങരുത്. അനങ്ങിയാൽ നമ്മളെല്ലാം ഒന്നിച്ചു തീരും. സർവരും ഭീതിയോടെ ഉമിനീരിറക്കി. അവൾ തുടർന്നു. ഒരു പാവം സ്വാതന്ത്ര്യ സമര സേനാനിയെ നിങ്ങൾ കൊന്നു. അയാളുടെ മകളെ പിച്ചു ചീന്തി. ഇങ്ങനെ എത്രയോ പെൺകുട്ടികൾ നിങ്ങളുടെ കാമഭ്രാന്തിന് ഇരയായിട്ടുണ്ടാവും. അവസാനം സ്കൂൾ ടീച്ചർ എന്ന സ്വപ്നമായി നടന്ന എനിക്ക് ബോംബ് എടുക്കേണ്ടി വന്നു. നിങ്ങൾ കാരണം. അവളുടെ തീപിടിച്ച വാക്കുകൾ ഭിത്തിയിൽ തട്ടി തിരിച്ചു വന്നു. ഇതിനൊക്കെ ശിക്ഷ ഒന്നേയുള്ളൂ, മരണം. എല്ലാവരും അതിന് അർഹരാണ് താനും. സർവ്വതും നഷ്ടപ്പെട്ട ഞാനും അതിനർഹയാണ്. ഓർമ്മേ, അരുത്. നീ ചോദിച്ചതിൻ്റെ ഇരട്ടി പണം ഞങ്ങൾ തരാം. വരുണൻ വേവലാതിയോടെ പറഞ്ഞു. എന്തിന്? അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു. ചത്തു കഴിഞ്ഞവളാണ് ഞാൻ. നിങ്ങൾ പിച്ചു ചീന്തിയ ആ രാത്രിയിൽ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ജീവൻ തിരിച്ചു തരാം. എൻ്റെ അച്ഛനെ തിരികെ കൊണ്ടുവരാമെങ്കിൽ, എൻ്റെ നഷ്ടപ്പെട്ട മാനം തിരിച്ചു തരാമെങ്കിൽ. എന്താ, കഴിയുമോ? ആരും മിണ്ടിയില്ല. വേണമെങ്കിൽ ഇവളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുമെന്ന് മനുഷ്യർക്കറിയാം. പക്ഷേ ബോംബിൻ്റെ ബട്ടണിൽ കൈവച്ചിരിക്കുകയാണ് അവൾ. അതൊന്ന് അമർന്നാൽ അന്യായത്തിൽ ഇവളെ പിന്തിരിപ്പിക്കുകയേ മാർഗമുള്ളൂ. ഓർമ്മയെ, ഞാനൊന്ന് പറയട്ടെ. ഷട്ടപ്പ് ബാസ്റ്റർഡ്. അവൾ മുരട്ടു. സ്വന്തം പെങ്ങളെ ഇരുട്ടത്ത് വെച്ച് കിട്ടിയാലും പ്രാപിക്കാൻ പഠിക്കാത്ത നീ എന്തു പറയാൻ? അതോടെ അയാളുടെ മുഖം കുനിഞ്ഞു. കതർധാരികൾ 9 പേരും വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞിരുന്നു. മരണമാണ് മുന്നിൽ നിൽക്കുന്നത്. മദ്യം തനിക്ക് ശരിക്കേറ്റെന്ന് ഓർമ്മയ്ക്ക് തോന്നി. ഇനി താമസിച്ചാൽ അപകടമാണ്. അവളുടെ കൈ ബോംബിൻ്റെ ബട്ടണിൽ അമർന്നു. പകുതിയായ നിലവിളികളും തുടർച്ചയായ പൊട്ടിത്തെറികളും ആ കെട്ടിടത്തിൽ നിന്നുയർന്നു. വാച്ചർമാർ കിടുങ്ങി. അവർ അവിടേക്ക് പാഞ്ഞു വന്നു. വാതിൽ വലിച്ചു തുറന്നപ്പോൾ കനത്ത പുകയ്ക്കൊപ്പം കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധവും പുറത്തേക്ക് വന്നു. ഒന്നും കാണാൻ വയ്യ. അവസാനം പുക അടങ്ങിയപ്പോൾ അവർ കണ്ടു ചിതറിത്തെറിച്ചു കിടക്കുന്ന കത്തിക്കരിഞ്ഞ മാംസകഷ്ണങ്ങൾ മാത്രം എങ്ങും. ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നും കുറേ ഓടുകൾ വീണ് പൊട്ടിച്ചിതറിക്കിടക്കും പോലെ. ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. ആരുടെ ശരീരഭാഗങ്ങളാണെന്ന് അറിയാൻ കഴിയില്ല. സർവ്വതും തകർന്നിരിക്കുന്നു. അടുത്ത പ്രഭാതം ആ നടക്കുന്ന വാർത്തയ്ക്കായി വിറങ്ങലിച്ചു കാത്തു നിന്നു.